നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 42-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യം. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിപ്പാൻ, ജനത്തോട് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസിന് ഉണ്ടാകുന്ന ദർശനത്തിനനന്തരം പത്രോസിൻ്റെ അടുക്കലേക്ക് കൊർന്നല്യോസ് അയക്കുന്ന 2 പടയാളികളും തനിക്ക് അകമ്പടി നിന്ന ഒരുവനും ദൈവഭക്തനും കൂടെ ചേർന്ന് 3 പേർ ചേർന്ന് പത്രോസിനെ തൻ്റെ ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തി ദൈവവചനം പ്രഘോഷിപ്പിക്കുവാൻ നിർബന്ധിക്കുമ്പോൾ പത്രോസ് തനിക്ക് ലഭിച്ച വെളിപ്പാടനുസരിച്ച് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെന്ന് ഇറ്റലിയിൽ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ചെന്ന് സംസാരിച്ചു തുടങ്ങുന്ന ഭാഗങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അതിൻ്റെ മുകൾ വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 39-ാം വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, കർത്താവായ യേശുവിനെ കുറിച്ച് ഒന്നാമതായി പറയുന്നു, മനുഷ്യർ അവനെ ക്രൂശിച്ച് കൊന്നു. യഹൂദ്യയിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ഇവിടെ പറയുന്നത് ഒരു കൂട്ടർ ചേർന്ന്, ഒരു സമൂഹം ചേർന്ന് ഒരുവനെ തൂക്കിക്കൊന്നു. എന്നാൽ അതിൻ്റെ 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇത് ഇന്നത്തെ വിഷയത്തോട് ചേർന്നതല്ലെങ്കിലും ഈ വചനഭാഗത്തിൽ കൂടെ സഞ്ചരിച്ച് ഞാൻ മുൻപോട്ട് പോകട്ടെ. ഒരു സമൂഹം, ഒരു കൂട്ടുകെട്ട്, ഒരു വലിയ ഗ്രൂപ്പ് ചേർന്ന് മരത്തിന്മേൽ തൂക്കിക്കൊന്ന ഒരുത്തൻ അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ദൈവം വേറെ ഒരു ഗ്രൂപ്പിനെ വിട്ടുവെന്നല്ല പറഞ്ഞത്, ദൈവം വേറെ ഒരു കൂട്ടത്തെ വിട്ടുവെന്നല്ല പറയുന്നത്, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ ആശ്രയിച്ച് മുറുകെ പിടിച്ചാട്ടെ. അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ഒരു സാമ്രാജ്യവും ഒരു സമൂഹവും ഒരു സംഘടനയും ഒരു വലിയ കൂട്ടുകെട്ടും ചേർന്ന് ആണ് അവനെ തൂക്കിക്കൊന്നത്. യേശുവിനെ മരത്തിന്മേൽ തൂക്കിക്കൊല്ലുവാൻ ഒരാൾ ചിന്തിച്ചാൽ നടക്കുകയില്ലായിരുന്നു, 10 പേർ ചിന്തിച്ചാൽ നടക്കുകയില്ലായിരുന്നു. ആകയാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും യഹൂദന്മാരും ജാതികളും ഒരുമിച്ച് കൂട്ടുകെട്ടുണ്ടാക്കി യേശുവിനെ മരത്തിന്മേൽ തൂക്കിക്കൊല്ലുമ്പോൾ ആ മരത്തിൽ നിന്ന് ഇറക്കി അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ വെച്ച് യേശുവിനെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് ഒരു സംഘടനയുടെയും ഒരു സമൂഹത്തിൻ്റെയും ഒരു കൂട്ടുകെട്ടിൻ്റെയും ആവശ്യമില്ലായിരുന്നു. ഒരു ജാതി മുഴുവനും ചേർന്ന് തൂക്കിക്കൊന്ന് ശവക്കല്ലറയിൽ അടച്ച് കാവൽ നിന്ന ആ ഒരൊറ്റ ആ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ദൈവം ഒരുത്തൻ മതിയായിരുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, നിന്നെ തകർക്കാൻ 1000 പേർ ആവശ്യമായിരിക്കാം, നിന്നെ മുടിക്കുവാൻ 10,000 പേർ ആവശ്യമായിരിക്കാം. പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ഒരുത്തൻ മാത്രം മതിയായതാകുന്നു. അവർ അവനെ തൂക്കിക്കൊന്നു. 3-ാം നാൾ ദൈവം ഒറ്റയ്ക്ക് അവനെ എഴുന്നേൽപ്പിച്ചു. നിന്റെ തകർച്ചയ്ക്ക് 10,000 പേർ വട്ടമിട്ട് നിൽക്കുമ്പോൾ നിന്റെ ഉയർച്ചയ്ക്ക് ദൈവം ഒരുത്തൻ മതിയായവനാകുന്നു. ഇന്ന് പകൽ 1000 പിശാചുക്കൾ ഒരുമിച്ച് നിന്ന്, 10,000 ഭൂതങ്ങൾ ഒരുമിച്ച് നിന്ന്, ദുരാത്മ കൂട്ടുകെട്ടുകളും മാനുഷിക കൈകെട്ടുകളും നിനക്കെതിരെ ഒരുമിച്ച് വ്യാപരിക്കുമ്പോൾ സ്വർഗം പറയുന്നു, ഞാൻ ഒരുത്തൻ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കും. അവർ അവനെ ക്രൂശിച്ചു കൊന്നു, ദൈവമോ അവനെ 3-ാം നാൾ എഴുന്നേൽപ്പിച്ചു. ഒരു സംഘം നിനക്കെതിരെ ചെയ്തത് ദൈവം ഒറ്റയ്ക്ക് പരിഹരിക്കും. ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിന്നോട് വ്യക്തിപരമായി ദൂത് പറഞ്ഞു തുടങ്ങുന്നു. ഒരു സമൂഹം ഒരുമിച്ച് നിന്ന്, ഒരു കൂട്ടം ഒരുമിച്ച് നിന്ന് നിനക്കെതിരെ പണിതതിനെ മുഴുവനോ, നിനക്കെതിരെ ചെയ്തതിനെ മുഴുവനോ ദൈവം ഒറ്റയ്ക്ക് നിന്ന് തിരിച്ചെഴുതാൻ പോകും.
പോകുന്നു. ഒരു സമൂഹത്തിന്റെ കൈയെഴുത്ത് ദൈവം ഒറ്റയ്ക്ക് തിരുത്തി എഴുതോ. ഒരു സമൂഹത്തിന്റെ യുദ്ധം ദൈവം ഒറ്റയ്ക്ക്. അവർ അവനെ ക്രൂശിച്ചു കൊന്നു. നിന്നെ മരത്തിന്മേൽ തൂക്കിയതിന്, നിന്നെ കെട്ടിത്തൂക്കിയതിന്, നിന്നെ അവസാനിപ്പിക്കുന്നതിന്, നിന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഒരു സമൂഹം നിനക്കെതിരെ നിന്നേക്കാം. പക്ഷെ അവിടെ നിന്ന് നിന്നെ ചലിപ്പിക്കുവാൻ ദൈവത്തിന് വേറൊരുത്തന്റെ ആവശ്യമില്ല. He himself descended and rescued. സമാരിയം പ്രവാചകം ബർത്തുനാചരം ഇയാലബസ്യാർത്ഥേനിയ പ്രവാരിയ അജേനിയം പ്രവാർത്ഥനെ ഹലോകന സർത്തേനിയ. അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്രിസ്തുവോ ഒരു കൂട്ടമായി നിൽക്കുന്ന ശത്രുവോ അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊല്ലുന്നുവെന്ന് പറഞ്ഞാൽ മരത്തിന്മേൽ ഒരുത്തൻ തൂങ്ങിയാൽ അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് അർത്ഥം. നീ ഒരു ശപിക്കപ്പെട്ടവനായി തീരുവാൻ, നീ മുടിഞ്ഞ് നിന്റെ ഇടപാട് തീരുവാൻ ഒരു സമൂഹം നിനക്കെതിരെ വട്ടം ചുറ്റി നിൽക്കുമ്പോൾ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്ര ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയെന്ന് പേർ വരുത്തുവാൻ ദൈവം ഒരുത്തൻ മതിയായിരുന്നെങ്കിൽ നീ ഒരു ശാപപാത്രമെന്ന്, നീ ഒരു ശാപമെന്ന് ഒരു സമൂഹം ഒരുമിച്ച് നിന്ന് നിനക്കെതിരെ എഴുതി എഴുതുമ്പോൾ നീ ഒരു അനുഗ്രഹമെന്ന് അത് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ഒരുത്തന്റെയും ആവശ്യമില്ല. മരത്തിന്മേൽ തൂക്കി നിന്നെ ശാപമാക്കുവാൻ ഒരു സമൂഹം നിൽക്കുമ്പോൾ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച് നിന്നെ ഒരു അനുഗ്രഹമാക്കുവാൻ ദൈവം ഒരുത്തൻ തനിയെ നിൽക്കുകയാണ്. പ്രവാസ്യം പ്രവാചനം പ്രവാനി. 2, യേശുവിനെ മരത്തിന്മേൽ തൂക്കിക്കൊല്ലുമ്പോൾ യേശുവിനെ അവസാനിപ്പിച്ചുവെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ കല്ലറയിൽ നിന്ന് യേശുവിന്റെ അടുത്ത ലെവൽ, അടുത്ത തലം ദൈവം ആരംഭിക്കുകയായിരുന്നു. നിന്നെ അവസാനിപ്പിക്കുവാൻ, നിന്നെ ഇല്ലാതാക്കുവാൻ 1000 പേരുടെ സംഘം നിൽക്കുമ്പോൾ അവിടെ നിന്ന് പുതിയതൊന്ന് തുടങ്ങുവാൻ ദൈവം ഒരുത്തൻ മതി. നിനക്ക് ചിലതിലൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ, നിനക്ക് ചിലതിലൊക്കെ അവസാനം ഇടുവാൻ, നിനക്ക് എവിടെയൊക്കെയോ ഒരു അന്ത്യം കുറിക്കുവാൻ, നിനക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ. ഇവിടെ നീ അവസാനിച്ചുവെന്ന്, ഇവിടെ നീ തീർന്നുവെന്ന് നിന്നെ കുറിച്ചൊന്ന് പറഞ്ഞെടുക്കുവാൻ ഒരു സമൂഹം നിനക്കെതിരെ നിൽക്കുമ്പോൾ സ്വർഗം 3-ാം നാൾ പറയുകയാണ്, ഞാൻ അവനിൽ പുതിയതൊന്ന് ആരംഭിക്കുകയാണ്, ഞാൻ അവനിൽ പുതിയതൊന്ന് ആരംഭിക്കുകയാണ്. അതിനെനിക്ക് വേറൊരുത്തന്റെ സഹായം ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് ആരംഭിക്കുക. ഇന്നലകളിൽ സമൂഹം ഒരുമിച്ച് നിന്ന് നിന്നിൽ നിന്ന് ചിലതൊക്കെ അവസാനിപ്പിച്ച ഇടത്ത് മാനുഷിക കൂട്ടുകെട്ടുകളോ പൈശാചിക സംഗതികളോ കൈകോർത്ത് നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ അവസാനിപ്പിച്ചത് ദൈവം ഒറ്റയ്ക്ക് നിന്ന് ആരംഭിക്കുകയാണ്. ഈ 71 ദിവസത്തിന്റെ ഉപവാസ പ്രാർത്ഥനകൾ അവസാനിക്കുമ്പോൾ ഇന്നലകളിൽ എവിടെയൊക്കെയോ പിശാച് അടച്ചു കെട്ടിയത് ദൈവം റീഓപ്പൺ ചെയ്യുമെന്ന്, ഇന്നലകളിൽ എവിടെയൊക്കെയോ അന്ധകാര ശക്തികൾ ഒതുക്കി നിർത്തിയത് ഇനിയും നീ ചലിക്കത്തില്ലെന്ന്, ഇനിയും നീ മുമ്പോട്ട് പോകത്തില്ലെന്ന്, ഇവിടെ നീ അവസാനിച്ചുവെന്ന് ശത്രു വാദിച്ചതിന് ഒരു റീഓപ്പണിംഗ് സംഭവിക്കുകയാണ്. Something is going to be reopened. ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ ആ വെളിപ്പാടിനെ ഷെയർ ചെയ്യുന്നു. ചിലത് റീഓപ്പൺ ചെയ്യുവാൻ പോകുന്നു, അടച്ചു കെട്ടിയതിനെ തുറക്കുവാൻ പോകുന്നു. ലാസറിന്റെ കല്ലറ തുറന്നതുപോലെ, അരിമത്തയിലെ യോസഫിന്റെ കല്ലറ തുറന്നതുപോലെ, റോമാക്കാര് മുദ്ര വെച്ച് അടച്ചതുപോലെ ഇനിയും ഒരു നാളും ഇത് തുറക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞ് അരക്കിട്ടുറപ്പിച്ചത് ഇന്ന് പകൽ എന്റെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, ഐ ആം ഗോയിങ് ടു റീഓപ്പൺ. ഒരു റീസ്റ്റാർട്ട് ഈ പട്ടണത്തിന്റെ നടുവേ, ഈ ദേശത്തിന്റെ നടുവേ, നിന്റെ തലമുറ ഇരിക്കുന്ന ഇടത്ത് യേശുവിന്റെ നാമത്തിൽ
ഒരു കഥ എഴുതി നിന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുമെന്ന്, ഒരു സംഭവം ഉണ്ടാക്കി നിന്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് ശത്രു വാദിക്കുന്ന ഇടത്ത് സ്വർഗം പറയുകയാണ്, ഞാൻ അവിടെ നിന്നൊരു റീസ്റ്റാർട്ട്. ഇന്നലകളിൽ പിശാച് ആമേൻ ഫുൾ സ്റ്റോപ്പ് ഇട്ട ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ സിഗ്നേച്ചറോടുകൂടെ ചില റീസ്റ്റാർട്ടുകൾ സംഭവിക്കുന്നു. ഇന്നു പകൽ അത് നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ hitting power, Holy Ghost. ലാസ്മറിയ പ്രവാചനം പ്രവാർത്ഥനാദി പരിശുദ്ധാത്മാവ് നിന്നെ ഹിറ്റ് ചെയ്യുന്നെങ്കിൽ മാത്രം റെസ്പോണ്ട് ചെയ്താൽ മതി. എന്റെ ശബ്ദം കൂടിയത് കൊണ്ടോ ഞാൻ അലറി വിളിച്ചത് കൊണ്ടോ നിങ്ങൾ പ്രതികരിക്കണ്ട. പക്ഷേ ഈ ദൂത് നിന്നെ വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആത്മസാന്നിധ്യം നിന്നെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. ഇന്ന് പകൽ ഇതൊരു മാസീവ് ദൂതല്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് റിലീസ് ചെയ്യുന്നതൊക്കെയോ ചില വ്യക്തികളിലേക്ക് മാത്രം കടന്നു ചെല്ലുന്നതായി ആത്മാവ് എനിക്ക് ബോധ്യം നൽകുന്നു. അൺലോക്ക് ചെയ്യട്ടെ. ഭൂതങ്ങൾ അടച്ച വഴികൾ തുറന്നു. പിശാചുക്കൾ വിലങ്ങിട്ടത് തുറന്നു. I command in power of Holy Ghost up. Larmenia Kadalbanasia Pravagia Rigara Barosia Pravagia. അതിന്റെ 41 വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 41 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവം 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്തത് സകല ജനത്തിനുമല്ല. ഞാനത് ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിലും പറയുകയാണ്. ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയല്ല, സകല ജനത്തിനുമല്ല. ദൈവം മുൻപ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക് പ്രത്യക്ഷനാക്കി തീർത്തു. നിൽക്കട്ടെ, ഞാൻ അതിന്റെ വെളിപ്പാട് ഷെയർ ചെയ്യാം. അവിടെ ഇങ്ങനെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഞങ്ങളുടെ മേലൊരു മുൻനിയമനം കിടപ്പുണ്ട്. ഞങ്ങളെ ദൈവം മുമ്പ് കൂട്ടി നിയമിച്ചതാ. ലോക സ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളുടെ മേലൊരു കോളിങ് കിടപ്പുണ്ട്. പക്ഷെ ഞങ്ങളുടെ മേലൊരു വാഗ്ദത്വം കിടപ്പുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇതുവരെ ജീവിതത്തിലൊന്നും വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ ഇവിടെ പത്രോസ് പറയുകയാണ്, ഞങ്ങളുടെ മേൽ കിടന്ന നിയമനം, ഞങ്ങളുടെ മേൽ കിടന്ന ദൈവത്തിന്റെ വാഗ്ദത്തം, ആമേൻ, അതിന്റെ ഒരു റിസൾട്ടിലേക്ക് ഞങ്ങൾ വരുവാൻ പോവുകയാണ്. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായ ഞങ്ങൾ. രണ്ടാമതായി പറയുകയാണ്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ
തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് ആമേൻ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവുമായി ഉള്ള ഫെലോഷിപ്പ് ഇന്ന് പകൽ ഞാൻ ഒന്ന് പറയട്ടെ. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവുമായി നീ തിന്നുകുടിച്ചു. ആമേൻ. നീ ഒത്തിരി ആരാധനയ്ക്ക് വന്നോ, വചനത്തെ തിന്നു, അഭിഷേകത്തെ കുടിച്ചു, കർത്താവുമായി കൂട്ടായ്മ ആചരിച്ചു. ആമേൻ. ഒത്തിരി ദിവസങ്ങൾ നീ ഉപവാസം ഇരുന്ന് നിന്റെ കൂട്ടുകാരുടെ കൂടെ തിന്നുകുടിക്കാതെ, നിന്റെ വീട്ടുകാരുടെ കൂടെ തിന്നുകുടിക്കാതെ നീ അപ്പന്റെ സന്നിധാനത്തെങ്കിൽ ഇരുന്ന് ദൈവത്തോടുകൂടെ തിന്നുകുടിച്ചോ, വചനത്തെയും അഭിഷേകത്തെയും മാത്രം തിന്നുകുടിച്ചോ. എല്ലാവരും മധുരപാനീയങ്ങൾ കുടിക്കുമ്പോൾ നീ ഉപ്പ് കലർന്ന നിന്റെ കണ്ണുനീരിനെ നിന്റെ നാവിൽ കൂടെ അലിയിച്ചിറക്കി ദൈവത്തോട് കൂടെ നീ ദിനരാത്രങ്ങൾ തിന്നുകുടിച്ചോ. പക്ഷെ പിശാച് ചോദിക്കുക, അവനോടുകൂടെ തിന്നുകുടിച്ചിട്ട് നിനക്ക് എന്തോ കിട്ടി? നിന്റെ മേളിൽ മുൻനിയമനം കിടന്നിട്ട്, നിന്റെ മേളിൽ പ്രോമിസ് കിടന്നിട്ട് നിനക്ക് എന്തോ കിട്ടി? അവിടെ പത്രോസ് പറയുകയാണ്, ഞങ്ങളുടെ മേലുള്ള മുൻനിയമനോ, ഞങ്ങൾ അവനോടുകൂടെയുള്ള ഫെലോഷിപ്പ്, അത് മുഖാന്തര ഞങ്ങൾക്ക് ചിലതിനെ അവൻ പ്രത്യക്ഷമാക്കി തന്നു. ഓ ഇന്ന് പകൽ a mighty manifestation for the chosen people. അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് ചിലത് പ്രത്യക്ഷമായി. ഇന്നലകളിൽ കർത്താവിനോടുകൂടെ സമയം ചെലവിട്ടവർക്ക്, ഇന്നലകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് കരഞ്ഞവർക്ക് ചിലത് പ്രത്യക്ഷമാകുന്ന ദിവസങ്ങളായതാണ്. ചിലത് പ്രത്യക്ഷമാകുന്ന ദിവസമാണെന്ന് ഞാൻ പറയത്തില്ല. ഇന്ന് ഈ ശുശ്രൂഷയിലെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഈ ശുശ്രൂഷ കഴിഞ്ഞ് അത് അവസാനിക്കേണ്ടതല്ല. ഇറ്റ്സ് ഓൺലി എ ബിഗിനിങ്. ഇത് ആരംഭം മാത്രമാ. ഇന്നിവിടെ അത്ഭുതം നടക്കുമെന്ന് ഞാൻ പറയത്തില്ല. ആമേൻ. ഇന്ന് മാത്രമല്ലല്ലോ അത് നടക്കുന്നത്. അത് ഇന്നലകളിൽ നടന്നതിനെക്കാട്ടിലുപരി നാളുകളിൽ നടക്കാൻ പോവല്ലേ. ഇന്നൊരു വിടുതൽ സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. അപ്പൊ നാളെ നടക്കാൻ പോകുന്നതൊക്കെ അതിനേക്കാൾ വലിയ വിടുതലുകളല്ലേ. കാരണം ദൈവം ചിലതിനെ ആരംഭിക്കുവാൻ പോവുകയാണ്. എന്നിട്ട് അതിന്റെ 42-ാം വാക്യത്തിൽ പറയുകയാണ്, ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ഞാൻ ആ വാക്യത്തെ രണ്ടായി തിരിച്ച് ഇന്ന് പകൽ എടുക്കുകയാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് ഞാൻ വരുന്നത്. ദൈവം ഞങ്ങളോടൊരു കാര്യം കൽപ്പിച്ചു. എന്താണ് കൽപ്പിച്ചത്? പ്രീച്ച് ഹിം, ടെസ്റ്റിഫൈ ഹിം. അവനെക്കുറിച്ച് പ്രസംഗിക്കുക. 2, അവനെക്കുറിച്ച് സാക്ഷിക്കുക. ഇന്ന് പകൽ പറഞ്ഞ് ഞാൻ അവൻ്റെ സാക്ഷിയായിരിക്കും. ഞാൻ അവൻ്റെ സാക്ഷിയായിരിക്കും. ഞാൻ പ്രസംഗിക്കുക എന്ന വിഷയത്തിലേക്ക് കയറുന്നില്ല. ഞാൻ സാക്ഷിക്കുക എന്ന വിഷയത്തിലേക്കാണ് കയറുന്നത്. അവിടെ പത്രോസ് പറയുകയാണ്, അവനെ സാക്ഷിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ബി ദ വിറ്റ്നസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കുക. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞ് ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കുക. മുഖത്തോട് മുഖം നോക്കി ഉറച്ച ശബ്ദത്തിൽ കട്ടുകട്ടിയായി പറഞ്ഞ് ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കുക. ബി ദ വിറ്റ്നസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സാക്ഷിയായിരിക്കുക. ഇന്ന് പകൽ ഇതിനകത്തു നിന്നൊരു കൂട്ടം എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാക്ഷ്യം, ദൈവത്തിന്റെ സമൃദ്ധിയുടെ സാക്ഷ്യം, ദൈവത്തിന്റെ വിടുതലിന്റെ സാക്ഷ്യം, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ സാക്ഷ്യം. ആ സാക്ഷ്യം, ഐ ഷാൽ ബി എ വിറ്റ്നസ് ഓഫ് ഗോഡ്. ദൈവത്തിന് സൗഖ്യമാക്കുവാൻ കഴിയുമെന്നുള്ള ഒരു വിറ്റ്നസ് ആയിരിക്കും എൻ്റെ ബോഡി. ദൈവത്തിനൊരു മണ്ടനെ എത്രമാത്രം ഉപയോഗിച്ച് ഉയർത്തുവാൻ കഴിയുമെന്നുള്ള ഒരു സാക്ഷ്യമായിരിക്കും എൻ്റെ ജീവിതം. ഐ ഷാൽ ബി ദ വിറ്റ്നസ് ഓഫ് ഹിസ് ഗ്ലോറി. ആമേൻ. നമ്മുടെ ജീവിതം കഷ്ടതയുടെ സാക്ഷ്യമല്ല,
നമ്മുടെ ജീവിതം ക്യാൻസർ വന്നാൽ ഒരു മനുഷ്യൻ എന്ത് സംഭവിക്കുമെന്നല്ല നമ്മളെ കണ്ടാൽ മനുഷ്യൻ അറിയേണ്ടിയത്. ആമേൻ. ആഭിചാരം ചെയ്താൽ ഒരു മനുഷ്യൻ എത്രമാത്രം മുടിയുമെന്നുള്ള സാക്ഷ്യമല്ല നമ്മളിൽ വെളിപ്പെടേണ്ടത്. കഷ്ടകാലം വന്നാൽ ഒരുത്തൻ എത്രയും തകരുമെന്നുള്ളതല്ല നമ്മുടെ മേൽ വെളിപ്പെടേണ്ടിയ സാക്ഷ്യ. ഞാനും നിങ്ങളും സാക്ഷികളാണ്. അത് ദൈവത്തിന്റെ ശക്തിയുടെ സാക്ഷിയാണ്. അത് ദൈവത്തിന്റെ കൃപയുടെ സാക്ഷിയാണ്. അത് ദൈവത്തിന്റെ വിശുദ്ധിയുടെ സാക്ഷിയാണ്. അത് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ സാക്ഷിയാണ്. ദൈവത്തിന് എന്തോ ചെയ്യാൻ കഴിയുമെന്ന് അവൻ എന്നിൽ കൂടെ വെളിപ്പെടുത്തും. ദൈവത്തിന് എന്തോ ചെയ്യാൻ കഴിയുമെന്ന് അവൻ എന്നിൽ കൂടെ വെളിപ്പെടുത്തും. എങ്ങനെ നമുക്ക് സാക്ഷിയായി തീരുവാൻ കഴിയും? അതിൻ്റെ മുകൾ വാക്യത്തിൽ 41 വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവം മുൻപ് കൂട്ടി നിയമിച്ച സാക്ഷികൾ. ആമേൻ. ദൈവത്തിൻ്റെ നിയമനം, ദൈവത്തിൻ്റെ ഫോർ പർപ്പസ്, ദൈവത്തിൻ്റെ ഫോർ പ്ലാൻ, ദൈവത്തിൻ്റെ മുൻനിയമനമാണ് നമ്മളെ എന്താക്കി തീർക്കുന്നത്? സാക്ഷികളാക്കി തീർക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സാക്ഷികളാകുവാൻ എന്നെ ദൈവം ഇതിനകത്തു കൊണ്ടിരുത്തി എന്ന് തിരിച്ചറിവുള്ള ദൈവമക്കൾ ആമേൻ സന്തോഷത്തോടെ പറഞ്ഞാട്ടെ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ മുൻനിയമനം കിടപ്പുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ മുൻനിയമനം സംഭവിക്കണം. രണ്ട്, ഞാൻ ചില മിനിറ്റുകൾ വചനത്തിലേക്ക് നിങ്ങളെ അങ്ങനെ കൊണ്ടുപോവുകയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ മുൻനിയമനം ഉണ്ടെങ്കിലേ ഒരുത്തന് സാക്ഷിയാകുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ പർപ്പസിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ദൈവത്തിൻ്റെ പർപ്പസിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനിൽ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെയെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദൈവപ്രവൃത്തി സംഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പർപ്പസിനകത്ത്, ദൈവത്തിൻ്റെ പുസ്തകത്തിനകത്ത് ഞാൻ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അഭിഷക്തൻ ഇങ്ങനെ പറയുന്നത്: പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മനതാരിൽ, ദൈവത്തിൻ്റെ പ്ലാൻ ബുക്കിൽ ദൈവം എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അടുത്തത്, സാക്ഷിയാകുവാൻ ഒന്ന്, ദൈവത്തിൻ്റെ നിയമനം വേണം. രണ്ട്, സാക്ഷിയാകുവാൻ, സ്തോത്രം, സാക്ഷിയാകുവാൻ രണ്ടാമതായി ഇതേ വാക്യത്തിൽ 10:42 സ്തോത്രം, കൽപ്പിച്ചു. സാക്ഷീകരിപ്പാൻ അവൻ കൽപ്പിച്ചു. എൻ്റെ സഹോദരങ്ങളെ, യേശു സൗഖ്യമാക്കിയവരും വിടുവിച്ചവരുമുണ്ട്. അവരിൽ ചിലരോട് കർത്താവ് പറഞ്ഞു, നീ പോയി കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും എന്ത് ചെയ്യുക? നീ പ്രസ്താവിക്കുക. നീ അതിനെ കഴിവുള്ളിടത്തോളം മറ്റുള്ളവരുടെ അടുക്കൽ പോയി പറയുക. എന്നാൽ ചിലരുടെ അടുക്കൽ പറഞ്ഞു, നോക്കൂ, ഇത് പുരോഹിതന്മാരുടെ അടുക്കൽ മാത്രം പോയി പറയണം. വേറെ ചിലരുടെ അടുക്കൽ പറഞ്ഞു, നീ ആരോടും പറയരുത്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചു വേണം സാക്ഷ്യങ്ങൾ ചെയ്യേണ്ടത്. ചിലരുടെ അടുക്കൽ പറഞ്ഞു, നീ പോയി ദേശം മുഴുവനും പറ കർത്താവ് നിനക്ക് ചെയ്തത്. മറ്റൊരാളുടെ അടുക്കൽ പറഞ്ഞു, പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് സാക്ഷ്യത്തിനായി ഞാൻ നിനക്ക് ചെയ്തത് നീ പുരോഹിതന്മാരോട് പറഞ്ഞ് നീ യാഗമർപ്പിച്ചിട്ട് വരിക. അപ്പം സാക്ഷ്യം വാക്കുകളിൽ കൂടെയുണ്ട്, സാക്ഷ്യം ആരാധനയിൽ കൂടെയുണ്ട്. മറ്റൊന്ന്, സാക്ഷ്യം ജീവിതത്തിൽ കൂടെ തന്നെ വെളിപ്പെടാം. അപ്പോൾ അത് കർത്താവിൻ്റെ കൽപ്പന കിട്ടിയാലേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സാക്ഷീകരിക്കുവാൻ പാടുള്ളൂ. പത്രോസ് പറയുകയാണ്, സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അപ്പോൾ ഒന്ന്, നിയോഗമുണ്ടെങ്കിലേ സാക്ഷിയാകാൻ കഴിയത്തുള്ളൂ. രണ്ട്, കൽപ്പനയുണ്ടെങ്കിലേ സാക്ഷിയാകാൻ കഴിയത്തുള്ളൂ. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ആ ശക്തി നിങ്ങളെ എന്താക്കി തീർക്കും? സാക്ഷികളാക്കി മാറ്റി തീർക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ സാക്ഷികളാകുമെന്നല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് ഇറങ്ങുന്നതായ ഒരു ശക്തിയുണ്ട്.
ആ ശക്തി നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യോ? നിങ്ങൾ സാക്ഷികൾ ആകോ. നിയോഗവും കൽപ്പനയും പൂർത്തീകരിക്കപ്പെടുന്നത്, ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിയോഗവും കൽപ്പനയും അത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്, അത് യാഥാർത്ഥ്യമാകുന്നത് എപ്പോഴാകുന്നോ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. ഞാൻ ആവർത്തിക്കട്ടെ, നിന്റെ മുകളിൽ കിടക്കുന്ന വാഗ്ദത്തം, നിന്റെ മുകളിൽ കിടക്കുന്ന നിയോഗം, നിന്റെ മേലുള്ള ദൈവത്തിന്റെ കൽപ്പന, അത് സാക്ഷാത്കരിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 10:41 പറഞ്ഞു, സാക്ഷികളാകുവാൻ അവൻ മുൻ നിയമിച്ചു. 10:42 പറഞ്ഞു, ആ നിയോഗത്തിനനുസരിച്ച് സാക്ഷിക്കുവാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. പക്ഷെ നിയോഗവും കൽപ്പനയോ അത് വർക്ക് ചെയ്യണമെങ്കിൽ, അത് പ്രാക്ടീസ് ചെയ്യപ്പെടണമെങ്കിൽ, അപ്പൊ യേശു പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരോ, അപ്പോൾ നിനക്ക് ശക്തി ലഭിക്കും. ആ ശക്തി നിന്നെ ആരാക്കി തീർക്കും? സാക്ഷിയാക്കി തീർക്കാം. ഇന്ന് പകൽ അങ്ങനെയെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് കടക്കാം. ഒരു യാഥാർത്ഥ്യം പറയാം, സങ്കടപ്പെടരുത്. അഭിഷേകം പ്രാപിക്കാത്തിടത്തോളം, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കാത്തിടത്തോളം വാഗ്ദത്തം പെട്ടിക്കകത്തിരിക്കത്തേ ഉള്ളൂ, നിയോഗങ്ങൾ പുസ്തകത്തിൽ ഇരിക്കത്തേ ഉള്ളൂ. അഭിഷേകം ശരീരത്തിൽ കയറാതെ, പരിശുദ്ധാത്മാവ് ശരീരത്തിൽ കയറാതെ ചലിക്കത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നു കഴിയുമ്പോൾ അകത്തെന്തൊക്കെ വാഗ്ദത്തങ്ങൾ ഉണ്ടെന്ന് ഇവൻ അറിഞ്ഞില്ലെങ്കിൽ തന്നെയും, എന്തൊക്കെ നിയമനങ്ങൾ, എന്തൊക്കെ അപ്പോയിന്റ്മെന്റുകൾ ഇവന്റെ മേൽ കിടപ്പുണ്ടെന്ന് ഇവൻ അറിഞ്ഞില്ലെങ്കിലോ, പരിശുദ്ധാത്മാവ് ചാർജ് ആകുമ്പോൾ, അഭിഷേകം ചാർജ് ആകുമ്പോൾ അവന്റെ മേൽ കിടക്കുന്ന നിയോഗങ്ങൾ പുറത്തു വരും. Receive the power. പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. അന്യഭാഷകളിൽ സംസാരിക്കട്ടെ. ഇന്ന് പകൽ ഈ യോഗത്തിൽ പുതുതായി ചിലർ അഭിഷേകം പ്രാപിക്കട്ടെ. ഐ കമാൻഡ് ഇൻ കിങ്ഡം അതോറിറ്റി. ഇന്ന് പകൽ ഈ ആരാധനയിൽ ചിലർ അഭിഷേകം പ്രാപിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 19-ാം അധ്യായം ആരംഭിക്കുമ്പോൾ എങ്ങനെ അഭിഷേകത്തെ പ്രാപിക്കാൻ കഴിയും? അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി അവിടെ ചില ശിഷ്യന്മാരെ കണ്ടു. ആമേൻ. പൗലോസ് അവരോട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചു. അപ്പോൾ പൗലോസ് ഒന്നാമതായി അവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് എന്തു വേണോ? വിശ്വാസം വേണോ? വിശ്വാസമുണ്ടെങ്കിലേ സൗഖ്യമുണ്ടാകത്തുള്ളൂ, വിശ്വാസമുണ്ടെങ്കിലേ നന്മയുണ്ടാകത്തുള്ളൂ. എന്നാൽ ഇതിനെക്കാട്ടുള്ള എല്ലാറ്റിലും ഉപരിയായി ഞാൻ പറയോ, വിശ്വാസമുണ്ടെങ്കിലേ എന്തു സംഭവിക്കത്തുള്ളൂ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കുവാൻ കഴിയും. Receive the power of Holy Ghost. Receive the Holy Spirit. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഞാനതിൽ നിന്ന് രണ്ട് കാര്യം പറയാം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ വിശ്വാസം വേണോ? എന്നാൽ അതിനേക്കാൾ വലിയ കാര്യം ഞാൻ പറയാം. വിശ്വസിച്ചിട്ട് കാറ് കിട്ടിയോ, വിശ്വസിച്ചിട്ട് വീട് കിട്ടിയോ, വിശ്വസിച്ചിട്ട് സൗഖ്യം കിട്ടിയോ, വിശ്വസിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ, ഇതൊന്നുമല്ല പൗലോസ് ചോദിച്ചത്. നീ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? നീ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അതാണ് വിശ്വാസത്തിന്റെ റിസൾട്ട്. വിശ്വാസത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അഭിഷേകം വ്യാപരിക്കുന്നതാണ്. എന്റെ സഹോദരങ്ങളെ, വിശ്വസിച്ച് നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി മേടിക്കാം, പക്ഷെ 60 വയസ്സാകുമ്പോൾ അത് പോകും. വിശ്വസിച്ച് നിങ്ങൾക്കൊരു സൗഖ്യം മേടിക്കാം, പക്ഷേ നിങ്ങളുടെ മരണത്തിൽ എന്തായിരുന്നാലോ ആ സൗഖ്യത്തിന്റെ സാക്ഷ്യം അവസാനിക്കാം. വിശ്വസിച്ച് നിങ്ങൾക്കൊരു വീട് മേടിക്കാം, പക്ഷെ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ആ വീട് വേണ്ട.
പക്ഷെ ഞാൻ പറയട്ടെ, വിശ്വസിച്ചിട്ട് നിന്റെ മേലൊരു അഭിഷേകം ഇറങ്ങിയാൽ അത് കർത്താവിന്റെ കാഹളം ധ്വനിച്ച് നീ നിത്യതയിൽ എത്തുന്നിടം വരെയോ സ്വർഗത്തിലെത്തുന്നിടം വരെയോ receive. പുതുതായി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കട്ടെ. ഇവരുടെ മറുപടി വളരെ രസകരമായിരുന്നു. പൗലോസ് ചോദിച്ച്, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ തിരിച്ച് മറുപടി പറഞ്ഞു, വിശ്വസിക്കാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ പൗലോസ് അവരുടെ അടുക്ക തിരിച്ചു ചോദിച്ചു, എടാ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പറയാതെ നീ പിന്നെ സ്നാനപ്പെട്ടെന്ന് പറയുന്നത് എന്തോ ഒരു സ്നാനമാണെന്ന് ചോദിച്ചോ? ആമേ. അന്യഭാഷയും മറുഭാഷയും തുള്ളലും ബഹളവും ഇല്ലാതെ നിന്നെ ആരാണാ പിടിച്ച് വെള്ളത്തിൽ മുക്കിയതെന്ന് ചോദിച്ചോ? സ്തോത്ര. അപ്പോഴത്തേക്ക് ഇവര് പറയുകയാണ്, ഞങ്ങള് സ്നാനപ്പെട്ടത് യോഹന്നാന്റെ. ആമേൻ. ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? അങ്ങനെയല്ലേ 3-ാം വാക്യത്തിൽ ചോദിക്കുക, എടാ, അന്യഭാഷയും തുള്ളലും ഇല്ലാത്ത ആരാടാ നിന്നെ സ്നാനപ്പെടുത്തിയത്? അപ്പൊ പറയുകയാണ്, യോഹന്നാന്റെ സ്നാന, മരുഭൂമിയിലെ യോഹന്നാന്റെ സ്നാനമായിരുന്നു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ പൗലോസ് അടുത്തതായിട്ട് പറഞ്ഞു, നല്ലതാണ്, യോഹന്നാൻ മാനസാന്തര സ്നാനം എത്രേ കഴിപ്പിച്ചു. മാനസാന്തര സ്നാനം കഴിപ്പിച്ചിട്ട് പറയുകയാണ്, തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു. അപ്പൊ യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം? സ്നാനപ്പെടാം. യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് സ്നാനപ്പെടാം. നമ്മുടെ യാക്കോബയിലും ഓർത്തഡോക്സിലും മർത്തോമയിലും കത്തോലിക്കയിലും എല്ലാം പിള്ളേരെ സ്നാനപ്പെടുത്തുന്നില്ലേ? അവർ യേശുവിനെ വിശ്വസിച്ചിട്ടാണോ സ്നാനപ്പെടുന്നേ? അല്ല. അപ്പൊ യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പും ആൾക്കാർക്ക് എന്ത് ചെയ്യാം? സ്നാനപ്പെടാം. യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പേ സ്നാനപ്പെട്ടു. യോഹന്നാൻ സ്നാനപ്പെടുത്തുമ്പോൾ പറയുകയാണ്, ഈ സ്നാനം കഴിഞ്ഞിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം, ഈ സ്നാനം കഴിഞ്ഞിട്ട് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം. പക്ഷെ യേശു പറഞ്ഞത് എന്താണെന്നറിയാമോ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. യോഹന്നാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? സ്നാനമേൽക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. കാരണം ഈ ജൂയിഷ് യഹൂദ്യ പാരമ്പര്യത്തിനകത്ത് ആമേൻ, വെള്ളം എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണ പ്രക്രിയയായിരുന്നു. അവരുടെ വീടുകളിൽ ഒരു വിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാതിൽക്കൽ പാത്രങ്ങളിൽ വെള്ളം വെക്കുക. ദൈവാലയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ശുദ്ധീകരണം ഉണ്ടാകണം. എല്ലാറ്റിലും അവർ വെള്ളത്താൽ കഴുകപ്പെടുമായിരുന്നു. അപ്പോൾ വെള്ളത്താൽ കഴുകപ്പെടുന്നതിൻ്റെ ഒരു ആലങ്കാരിക പ്രവൃത്തിയായിരുന്നു യോഹന്നാൻ ചെയ്തത്. ഫോർ ദ സേക്ക് ഓഫ് ട്രഡീഷൻ, ആമേൻ, പാരമ്പര്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി. അതുകൊണ്ട് പാരമ്പര്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിങ്ങൾ ഒരുപക്ഷെ സ്നാനമേറ്റിരിക്കാം, മാമോദിസ മുങ്ങിയിരിക്കാം. ഗുഡ്, ഇറ്റ്സ് ഫോർ ദ സേക്ക് ഓഫ് യുവർ ട്രഡീഷൻ. നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്ത് ചെയ്തത്? വിശ്വസിക്കാതെ മാമോദിസ മുങ്ങിയത് നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടിയാണ്. അതല്ലാതെ നിങ്ങൾക്കും ഗുണമില്ല, അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്കും ഗുണമില്ല, ദൈവത്തിന് 5 പൈസയുടെയും പ്രയോജനമില്ല. ആകെ കുടുംബക്കാർക്ക് ചിക്കൻ സ്റ്റൂവും അപ്പവും കിട്ടി, നിങ്ങൾക്ക് ഒരു സന്തോഷം, അത്രമേ ഉള്ളൂ. ഫോർ ദ സേക്ക് ഓഫ് ദ ട്രഡീഷൻ. അല്ലാതെ ക്രിസ്ത്യാനിറ്റിക്കകത്ത്, യേശുവിന്റെ മാർഗത്തിനകത്ത്, അതിനകത്ത് 5 പൈസയുടെ പ്രയോജനമില്ല. പക്ഷേ സ്നാനം ഒന്നല്ലേ ഉള്ളൂ, പിന്നെന്ത് ചെയ്യും? അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം എത്രേ കഴിപ്പിച്ചത്? 5-ാം വാക്യത്തിൽ, ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അപ്പം മുമ്പേ പെട്ടവനെ പൗലോസ് ഒന്നും കൂടെ സ്നാനപ്പെടുത്തി. ആമേൻ. അതാണ് ഈ പെന്തക്കോസുകാരും ഈ പരിപാടി മൊത്തവും കാണിച്ചുകൊണ്ട് നടക്കുന്നത്. ആമേൻ. എല്ലാത്തിനെയും പിടിച്ച് രണ്ടാമത് മുക്കുക. തളിക്കപ്പെട്ടവനെ മുക്കുകയാണ്, 5 വയസ്സിൽ മുങ്ങിയവനെയും 5 മാസത്തിൽ മുങ്ങിയവനെയും, ഇവനെ എല്ലാത്തിനെയും പിടിച്ച് ഇപ്പം പാസ്റ്റർമാർ മുക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? പാസ്റ്റർമാർ ബൈബിൾ വായിച്ചപ്പോൾ അങ്ങനെ കണ്ടതെന്നേ.
അവരെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. അവർ ബൈബിൾ വായിച്ചു പോയി, അതേ ഉള്ള അവരുടെ പ്രശ്നം. ബൈബിൾ വായിച്ചപ്പോൾ പൗലോസ് അവരെ രണ്ടാമതും സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അടുത്തത് ആമേൻ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. 6-ാം വാക്യം, പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ആമേൻ. അപ്പോ പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നാനമേൽക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് വരുന്നത്. സ്നാനമേറ്റവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നെന്ന് എങ്ങനെയാ മനസ്സിലായത്? അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആമേൻ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവുള്ള സഭയുടെ ലക്ഷണം എന്തായിരിക്കോ? അവിടെ അന്യഭാഷ ഉണ്ടായിരിക്കോ, അവിടെ പ്രവചനം ഉണ്ടായിരിക്കോ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, അന്യഭാഷ ഇല്ലാത്ത ഒരുത്തനും ദൈവത്തിന്റെ സഭയല്ല, പ്രവചനമില്ലാത്ത ഒരുത്തനും ദൈവത്തിന്റെ സഭയല്ല. ആമേൻ. അവൻ സഭയിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ എന്നുള്ളവരെ ദൈവം നിയമിച്ചോ. ദൈവത്തിന്റെ നിയമനം നടക്കുന്ന ദൈവത്തിന്റെ ഓഫീസാണ് സഭയെങ്കിൽ, ദൈവത്തിന്റെ ഓർഗനൈസേഷനാണ് സഭയെങ്കിൽ, അതിനകത്ത് ദൈവം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അല്ല. ഇനി ഇതൊക്കെ നിന്നുപോയെന്ന് പറഞ്ഞാൽ ആമേൻ, ദൈവത്തിന്റെ ഓർഗനൈസേഷനാണ് സഭ. ഈ ഓർഗനൈസേഷനിലെ 5 ഓഫീസാണ് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ. ഒരു കൂട്ടര് പറയുന്നത് ഇപ്പൊ കർത്താവ് ഇതൊന്നും അപ്പോയിന്റ് ചെയ്യുന്നില്ല, ഓഫീസെല്ലാം പൂട്ടിപ്പോയെന്നാ. എടാ, നിന്റെ ഓഫീസ് പൂട്ടിപ്പോയെന്ന് പറഞ്ഞാ നിന്റെ കമ്പനി ദൈവം വേറെ ആർക്കാണ്ട് വിറ്റെന്നാ അതിന്റെ അർത്ഥം. ഇന്ന് നിന്റെ കമ്പനിയിലേക്ക് ദൈവം ഒരു മാനേജറെ അയക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, ഇന്ന് നിന്റെ കമ്പനിയിൽ ദൈവം ഒരു ഓഫീസ് വിടുന്നില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്റെ ഫ്രാഞ്ചൈസി ദൈവം കട്ട് ചെയ്ത് കളഞ്ഞെന്ന്. നമ്മുടെ ഈ കോട്ടയം പട്ടണത്തിനകത്ത് ഒരു 10 വർഷമൊക്കെ നിങ്ങൾ പുറത്ത് താമസിച്ചിട്ട് തിരിച്ചിവിടെ വന്ന് നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. ഈ കടയിൽ പോയാൽ ഇന്ന സാധനം കിട്ടും. നിങ്ങൾ ഇന്ന് ആ കടയുടെ വാതുക്കെ ചെല്ലുമ്പോൾ ആ കട പൂട്ടിയിട്ടേക്കുക. അപ്പുറത്തെ കടയിൽ ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ ഇല്ല, ആ കമ്പനിക്കാരിപ്പോൾ ഇവർക്ക് സെയില് കൊടുക്കുന്നില്ല, ആ കമ്പനി ഇപ്പോൾ ഇവിടെ ഇല്ല. എന്താ കാര്യമെന്നറിയാമോ? ആ കമ്പനിക്ക് ഇവൻ വേണ്ട പരുവത്തി കാശ് കൊടുത്തില്ല, ട്രാൻസാക്ഷൻ കറക്റ്റ് അല്ലായിരുന്നു, അതുകൊണ്ട് ആ കമ്പനി ഇവൻ്റെ ഏജൻസി കട്ട് ചെയ്ത് കളഞ്ഞു. ഇന്ന് കേരളത്തിലും ഇതുപോലത്തെ കുറേ സഭക്കാരുണ്ട്. പരിശുദ്ധാത്മാവുണ്ട്, പക്ഷേ അന്യഭാഷ നിന്നുപോയി, പ്രവചനം നിന്നുപോയി, കൃപാവരങ്ങൾ നിന്നുപോയി. 1 കൊരിന്ത്യർ 13 പറഞ്ഞിട്ടില്ല ഇതെല്ലാം നിൽക്കുമെന്ന്? എല്ലാം നിന്നുപോയി. സിമ്പിളി പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രാഞ്ചൈസി പൂട്ടി സാറേ, ഞങ്ങളുടെ ഫ്രാഞ്ചൈസി പൂട്ടി. പിന്നെ ഈ കടകളൊക്കെ പൂട്ടിയാലും ആ കടയുടെ മേളിൽ പഴയ ബോർഡിരിക്കും. ഇതേ സംഭവിച്ചിട്ടുള്ളൂ. ആമേൻ. ഈ പഴയ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. പഴയ ഒപ്റ്റിക്കൽ ഷോപ്പിലൊക്കെ ചെന്നാലേ കണ്ണാടിക്കടയിലെ കച്ചവടമെല്ലാം പൂട്ടി, പക്ഷെ അതിൻ്റെ മുകളിൽ ചെന്നാൽ കാണാം ഓരോ ബ്രാൻഡുകൾ എഴുതി വെച്ചിരിക്കുന്നത്. അതിനെക്കാട്ടിലും പണ്ട് നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടായിരുന്നു വാച്ച് റിപ്പയറിംഗ് ഷോപ്പ്. ഇപ്പോൾ വാച്ച് റിപ്പയറിംഗ് ഷോപ്പിൽ ചെന്നാൽ ആകെ ബാറ്ററിയുടെ 10 സ്ട്രിപ്പ് തൂക്കിയിട്ടേക്കുന്നത് കാണാം. ആമേൻ. അകത്ത് കിടക്കുന്നതെല്ലാം 10 രൂപയുടെ ബാറ്ററി, പക്ഷെ മേളിൽ എഴുതിയേക്കുന്നത് എന്താണെന്നറിയാമോ? സീക്കോ, കാഷിയോ, റാഡോ, ഓക്ലി, എല്ലാ വലിയ ബ്രാൻഡുകൾ മേളിൽ എഴുതിയിട്ടുണ്ട്. റാഡോയുടെ ബോർഡുണ്ടല്ലോ, വാച്ച് ഉണ്ടോ? ഓ, അതൊക്കെ നിർത്തിപ്പോയി, എല്ലാം നിർത്തിപ്പോയത് കമ്പനി വല്ലതും പൂട്ടിയിട്ടുണ്ടോ? നല്ല കടയിൽ പോയാൽ ഇപ്പോഴും സാധനം കിട്ടുവന്നേ, ഇവന്റെ കട പൂട്ടിപ്പോയി. എൻ്റെ പൊന്നച്ചായ വാടക കൊടുത്ത് കടം കുടിക്കാതെ കട പൂട്ടി വേറെ ഏതെങ്കിലും കടയിൽ ജോലിക്ക് പോന്നേ, നാട്ടുകാരെ പറ്റിക്കാതെ. നല്ല കടയിൽ ഇപ്പോഴും സാധന സെയിൽസ് ഉണ്ട്. ആമേൻ. നല്ല ബ്രാൻഡുകൾ നല്ല കടയിൽ ഇന്നും ഉണ്ടെന്ന്. ആമേൻ. ആമേൻ. എല്ലാ ബ്രാൻഡുകളും എല്ലാ കടയിലും കൊടുക്കുകയല്ലെന്നേ.
കാരണം ആ ബ്രാൻഡിന്റെ മാന്യതയ്ക്കുള്ള ഷോറൂമിലെ ഇവൻ ഇത് ഡിസ്പ്ലേ ചെയ്യത്തുള്ളെന്ന്. ആമേൻ. നീ ഇങ്ങനെ കുശുമ്പും കുന്നായ്മയും പിടിച്ചോണ്ടിരുന്ന നിന്റെ ഷോറൂമിൽ കൊണ്ടുവന്ന് എന്റെ അപ്പന്റെ ബ്രാൻഡ് സെയിൽ ചെയ്യത്തില്ലെന്ന്. അപ്പൊ സാക്ഷിയാകണമെങ്കിൽ ഒന്ന് നിയോഗം കിട്ടണം, 2 സാക്ഷിയാകണമെങ്കിൽ കൽപ്പന കിട്ടണം, 3 സാക്ഷിയാകണമെങ്കിൽ അഭിഷേകം കിട്ടണം, 4 സാക്ഷിയാകണമെങ്കിൽ സ്തോത്ര അപ്പോസ്തല പ്രവൃത്തി 26:16 അപ്പോസ്തല പ്രവൃത്തി 26:16 വരുമ്പോൾ ആമേൻ, ശൗല് പൗലോസാകുന്ന ദമസ്കോസിന്റെ പടിവാതിൽക്കലെ സംഭവങ്ങൾ പൗലോസ് വിശദീകരിക്കുകയാണ്. അതിന്റെ 26-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുകയാണ്, എങ്കിലും നീ എഴുന്നേറ്റ് നിവർന്നു നിൽക്ക, നീ എന്നെ കണ്ടതിനോ ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനോ നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ പ്രത്യക്ഷനായി. അപ്പൊ പറയുകയാണ്, നിന്നെ സാക്ഷിയായി നിയമിപ്പാൻ ഞാൻ എന്ത് ചെയ്തോ? നിനക്ക് പ്രത്യക്ഷനായി. അങ്ങനെയെങ്കിൽ ഞാൻ പറയാ, ദൈവത്തിന്റെ പ്രത്യക്ഷത കണ്ടവർക്ക്, ദൈവത്തിന്റെ എൻകൗണ്ടർ ഉണ്ടായവർക്ക് മാത്രമേ എന്താകാൻ കഴിയത്തുള്ളൂ? ദൈവത്തിന്റെ സാക്ഷിയാകാൻ കഴിയത്തുള്ളൂ. അഭിഷേകം പ്രാപിച്ച മാത്രം പോരാ, കൃപാവരം പ്രാപിച്ച മാത്രം പോരാ, അതിനപ്പുറം നിനക്കൊരു എൻകൗണ്ടർ ഉണ്ടാകണോ? നിന്റെ പ്രാർത്ഥനാ മുറിയിൽ തേജോമയനായ ദൈവം ഇറങ്ങി വരണോ? നിന്റെ പ്രാർത്ഥനാ പായിക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ നീ കാണണോ? നിന്റെ ഉപവാസത്തിനകത്ത് you must have an encounter. ഇന്ന് പകൽ ഞാൻ ഇതിനകത്ത് ശുശ്രൂഷിക്കുമ്പോൾ എന്റെ ദൈവം ഇതിനകത്ത് ചില എൻകൗണ്ടറുകളെ, ചില മാനിഫെസ്റ്റേഷനുകളെ ഓപ്പൺ ചെയ്യുകയാണ്. ഹോളി സ്പിരിറ്റ്, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മമണ്ഡലം ഇതിനകത്ത് തുറക്കട്ടെ, ദർശനങ്ങൾ ഇതിനകത്ത് ഓപ്പൺ ആകട്ടെ. I command in kingdom spirit. ഒരു വലിയ എൻകൗണ്ടർ ഓപ്പൺ ആകട്ടെ, ഒരു വലിയ എൻകൗണ്ടർ, ഒരു വലിയ ദൈവ സാന്നിധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് ജനത്തെ ലിഫ്റ്റ് ചെയ്യട്ടെ. ഇന്ന് പകൽ നിനക്കൊരു എൻകൗണ്ടർ. ഇന്ന് പകൽ നീ ദൈവത്തെ അഭിമുഖമായി കാണോ. ഇന്ന് പകൽ നീ ദൈവത്തെ അഭിമുഖമായി കാണോ. ഹോളി സ്പിരിറ്റ്, ഇതിനകത്ത് അറ്റ്മോസ്ഫിയർ മാറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശുശ്രൂഷിച്ച് കൽപ്പിക്കുന്നു. I command in spirit, let the atmosphere be changed. Let the atmosphere be changed. Let the spirit realm be opened. ആത്മമണ്ഡലം തുറക്കുകയോ, ആത്മമണ്ഡലം തുറക്കുകയോ. ചിലർ ഇതാ ദൈവ സാന്നിധ്യത്തിലേക്ക് കയറാൻ പോകുന്നു. An encounter is going to happen. An encounter is going to happen. ചില മിനിറ്റുകൾക്കകത്ത് പരിശുദ്ധാത്മാവ് ചിലരെ ആത്മമണ്ഡലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇതാ ദർശനതലം ഓപ്പൺ ആകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ I command in spirit authority, let the spirit realm be opened. ഇതാ ആത്മാവ് ചിലരെ ഈ ആലയത്തിനകത്ത് ഉയർത്തിക്കൊണ്ടുപോകുന്നു. ഇതാ പരിശുദ്ധാത്മാവ് ചിലരെ ഷിഫ്റ്റ് ചെയ്യുന്നു. യെസ്, ആരും കണ്ണുകളെ തുറക്കരുത്. ആത്മസാന്നിധ്യം ഇതിനകത്ത് റിലീസ് ആവുകയോ, ദൈവ സാന്നിധ്യം റിലീസ് ആവുകയോ, പരിശുദ്ധാത്മാവ് റിലീസ് ആവുകയോ. പരിശുദ്ധാത്മാവ് ചിലരെ ലിഫ്റ്റ് ചെയ്യുകയാണ്. ഒരു എൻകൗണ്ടർ ഇതിനകത്ത് ദൈവം ഓപ്പൺ ആക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരത്തിൽ ജയമെടുക്കുന്നു. അവിടെയും ഇവിടെയും നോക്കി നിൽക്കരുത്. ഇത് ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്ന സമയമാ. ഓപ്പൺ ആകട്ടെ, ഓപ്പൺ ആകട്ടെ, ഓപ്പൺ ആകട്ടെ. വിവശതകളിലേക്ക് കയറി പോകട്ടെ. ദൈവ സഭ എൻകൗണ്ടറിലേക്ക് ഷിഫ്റ്റ് ആകട്ടെ. സഹോദരന്മാരുടെ ഇടയിൽ, സഹോദരന്മാരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് ഈ ലോക സാഹചര്യത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനെ ലിഫ്റ്റ് ചെയ്യട്ടെ. I command in spirit, yes, ലിഫ്റ്റ് ആകട്ടെ, ലിഫ്റ്റ് ആകട്ടെ, ലിഫ്റ്റ്
Oh, Sabara Hartania, releasing the Holy Spirit, releasing the Holy Spirit. ഇതാ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു, ഇതിനകത്ത് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു. I command every demonic spirits come out. മറഞ്ഞു കിടക്കുന്ന പോരുകൾ വെളിയിൽ വരും. ദൈവ സാന്നിധ്യത്തിലേക്ക് ഇതിനകത്ത് ലിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. ദർശനങ്ങളിലേക്ക് നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ കാണോ. നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ കാണോ. Oh, you shall see with his beauty. ഇതാ പരിശുദ്ധാത്മാവ് ഇതാ ആത്മതലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു, ആത്മസാന്നിധ്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ദൂതന്മാർ വെളിപ്പെടട്ടെ, ആത്മമണ്ഡലം തുറക്കട്ടെ. ദൂതന്മാർ വെളിപ്പെടട്ടെ, ആത്മമണ്ഡലം തുറക്കട്ടെ. ദൂതന്മാർ വെളിപ്പെടട്ടെ, ആത്മമണ്ഡലം തുറക്കട്ടെ. ഇതാ കൊറന്നല്യോസിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൂതൻ ഇറങ്ങിയതുപോലെ, കൊറന്നല്യോസിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൂതൻ ഇറങ്ങിയതുപോലെ ഇന്ന് പകൽ ഇതിനകത്ത് opening the angelic realm, opening the angelic realm. Thank you, Lord, for the atmosphere is being changed. Thank you, Lord, for the atmosphere is being changed. ആത്മസാന്നിധ്യത്തിന്റെ അസാധാരണത്വങ്ങളിലേക്ക് ജനം ഷിഫ്റ്റ് ആകട്ടെ. ആസ്പർഡിയ പാറോസമാർഥാനിയ പ്രവാചി വെൽക്കചർമോസിയ പ്രവാചിയ റസ്മേനിയ ഠഗനഗ ഠഗനഗ ഠഗാനിയ ഉറവകറവ ശിവലബല. നീ വായിച്ചിട്ടില്ലാത്ത ചില വാക്യങ്ങൾ നീ കേൾക്കും. ഇത് ബൈബിളിൽ ഉള്ളതാണോ എന്ന് നിനക്ക് സംശയം തോന്നും. നീ ബൈബിൾ തുറക്കുമ്പോൾ ആ വാക്യം ഇങ്ങനെ കയറി വരും. നീ ആ വാക്യത്തെ പറയുമ്പോൾ തന്നെ വെറും പ്രോമിസ് അല്ല, വെറും പ്രോമിസ് അല്ല. അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് ഈ ചർച്ചിന് ഒരു അനോയിന്റിംഗ് അതോറിറ്റി നൽകുകയാണ്. വേർഡ് അതോറിറ്റി, വേർഡ് റെവലേഷൻ. ഇന്ന് പകൽ എന്റെ നാവിൽ വേട് നൽകിയ ദൈവം, എന്റെ അധരങ്ങളിൽ വചനം നൽകിയ ദൈവം ഇന്ന് പകൽ എന്നോട് കൺഫേം ചെയ്യുന്നു, ഇതിനകത്ത് ചില വേർഡ് അനോയിന്റിംഗ് ചിലരുടെ മേൽ റിലീസ് ചെയ്യുന്നു. യെസ്, ഇതാ ഒരു പവർ ഹിറ്റ്, പവർ ഹിറ്റ്, പവർ ഹിറ്റ്. നിന്റെ കണ്ണുനീര് വീണ ബൈബിളിൽ നിന്ന് തീ പുറപ്പെടും.
പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ബ്രേക്കിംഗ് ദ പവർ ഓഫ് സിൻ. പാപത്തിൻ്റെ ശക്തിയെ, പാപത്തിൻ്റെ ബലത്തെ, പാപത്തിൻ്റെ അധികാരത്തെ ഞാൻ ബ്രേക്ക് ചെയ്യും. എല്ലാവരും ഒന്നിരിക്കാമോ? എല്ലാവരും ഒന്നിരിക്കാമോ? ചെയറിൽ തന്നെയല്ല, താഴെയൊക്കെ ഇരിക്കുന്നെങ്കിലും ഇരുന്നോളൂ. തിരികെ ചെയറിൽ വരെ പോകണമെന്നില്ല, താഴെ തന്നെ ഇരിക്കണമെങ്കിൽ ഇരുന്നോ. ഇനിയൊരു 30 മിനിറ്റ്സ് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 42-ാം വാക്യം. ആ വേർഡിലേക്കൊന്ന് കയറണം. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിക്കുവാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. സാക്ഷിക്കാൻ കൽപ്പിച്ചു. സാക്ഷ്യം, ഒരു മനുഷ്യനിൽ നിന്ന് സാക്ഷി എഴുന്നേൽക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 1 നിയോഗത്താൽ, 2 കൽപ്പനയാൽ, 3 പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, 4 എൻകൗണ്ടറിൽ കൂടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാൽ. ആമാ, ഈ 5 ഭാഗങ്ങളെയാണ് നമ്മൾ ധ്യാനിച്ചത്. അതുകൊണ്ടാണ് പത്രോസ് തൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞങ്ങൾ അവൻ്റെ സാക്ഷികളായി തീർന്നത്. ഞങ്ങൾ അവൻ്റെ സാക്ഷികളായി തീർന്നത് എങ്ങനെയാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. 2 പത്രോസ് 1:16. പകരം അവന്റെ മഹിമ കണ്ട സാക്ഷികളായി. മഹിമ കണ്ട സാക്ഷികളായി. അപ്പൊ മഹിമ കണ്ടാൽ അവൻ ആരായി തീരും? ആമേൻ. മഹിമ കാണുന്നവർ. ആമേൻ. മഹിമ കണ്ട സാക്ഷികൾ. മഹിമ കണ്ട സാക്ഷികൾ. ആമേൻ. ദ ഗ്ലോഡ്, ദ മജസ്റ്റി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഈ മഹിമ എന്ന് പറഞ്ഞാൽ, മഹിമ എന്ന് പറഞ്ഞാൽ സ്തോത്രം. ആമേൻ. മഹിമ എന്ന് പറഞ്ഞാൽ ഗ്ലോറി എന്നല്ല അതിൻ്റെ അർത്ഥം. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ എന്ന് പറഞ്ഞാൽ വി ഹാവ് സീൻ ഹിസ് ഗ്ലോറി എന്നല്ല അതിൻ്റെ അർത്ഥം. ഞങ്ങൾ അവൻ്റെ മഹിമ. മഹിമ എന്ന വേർഡിൻ്റെ മീനിങ് ഇംഗ്ലീഷിൽ കാണാം ഐ വിറ്റ്നസസ് ഓഫ് ഹിസ് മജസ്റ്റി. മജസ്റ്റി എന്ന വേർഡ് ഉപയോഗിക്കുന്നത് ഒരു രാജാവുമായി ബന്ധപ്പെട്ടാണ്. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവൻ്റെ സിംഹാസനവും, ഞങ്ങൾ അവൻ്റെ അധികാരവും, ഞങ്ങൾ അവൻ്റെ ആധിപത്യവും, ഞങ്ങൾ അവൻ്റെ ശക്തിയും കണ്ടു. ആമേൻ. മഹിമ കാണുക. അതാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ ആമേൻ യഹോവയായ ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. അവിടെ ദൈവത്തിൻ്റെ മഹത്വമല്ല യെശയ്യാവ് കാണുന്നത്, അവിടെ ദൈവത്തിൻ്റെ മഹിമയാണ്. അതർവൈസ് മജസ്റ്റി. അതെന്താണ് ഈ മജസ്റ്റി എന്ന് പറഞ്ഞാൽ? ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനവും മന്ദിരത്തിൻ്റെ വിളുമ്പുകൾ നിറഞ്ഞിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഒരു രാജാവ് വേറെ ഒരു രാജാവുമായി യുദ്ധം ചെയ്തു വന്നിരിക്കട്ടെ. ആമേൻ. തിരുവിതാംകൂർ രാജാവ് കൊച്ചി രാജാവുമായി യുദ്ധം ചെയ്തു വന്നിരിക്കട്ടെ. അപ്പൊ തിരുവിതാംകൂർ രാജാവ് കൊച്ചി രാജാവിനെ ജയിച്ചാൽ, കൊച്ചി രാജാവ് തോറ്റാൽ തിരുവിതാംകൂർ രാജാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? തൻ്റെ പീഠം ഒരു പടി കൂടെ ഒന്ന് ഉയർത്തി പണിയോ, എന്നിട്ട് ഒരു സ്റ്റെപ്പും കൂടെ മുകളിൽ കയറിയിരിക്കുക. എന്നിട്ട് ഈ കൊച്ചി രാജാവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പ്, ആ വസ്ത്രത്തിൻ്റെ അഗ്രം കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് തിരുവിതാംകൂർ രാജാവിൻ്റെ ഉടുപ്പിൻ്റെ അറ്റത്ത് തയ്ച്ചു വെക്കുക. അപ്പൊ ഈ ഉടുപ്പിൻ്റെ അറ്റത്ത് തയ്ച്ചു വെക്കുന്നത് താഴെ കിടക്കാതിരിക്കേണ്ടതിന് വേണ്ടി എന്തോ ചെയ്യും? സിംഹാസനം ഒരു സ്റ്റെപ്പ് കൂടെ പൊക്കി വെക്കുക. അപ്പൊ ദൈവ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ സകല രാജ്യത്വങ്ങളെയും കീഴടക്കിയിട്ട് ദൈവ ഉയരത്തിലിരിക്കുന്നു. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 1-ാം അധ്യായം അവസാനിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും
അത്യന്തം മീതേ. തൊട്ടു മുകളിൽ എന്നല്ല എഴുതിയിരിക്കുന്നത്, അത്യന്തം മീതേ. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, far above എന്നാണ് എഴുതിയിരിക്കുന്നത്. കണ്ടോ, far above all principality and power and might and dominion and every name that is named. just above എന്ന് പറഞ്ഞാൽ തൊട്ടുമുകളിലിരിക്കുന്നു. പക്ഷെ far above എന്ന് പറഞ്ഞാൽ ഒരു ശക്തിക്കും അധികാരത്തിനും വാഴ്ചയ്ക്കോ ഒരു കാലത്തും കയറി പിടിക്കാൻ കഴിയാത്ത അളവിൽ. ആമേൻ. അപ്പോ ദൈവം അത്രയും ഉയരത്തിലിരിക്കുക, സകല രാജ്യങ്ങളെയും കീഴടക്കി. വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചു എന്ന് പറഞ്ഞാൽ ഇനി ഒരു രാജാവിൻ്റെയും മുറിക്കാനില്ലെന്ന്. ഈ ഒരു രാജാവിന്റെ അറ്റം മുറിക്കാനില്ല. സകല രാജാക്കന്മാരും ഇപ്പം വസ്ത്രത്തിന്റെ വിളുമ്പില്ലാതെ മുറിയുടുപ്പ് ഇട്ടുകൊണ്ട് നടക്കുമ്പോ എന്റെ ദൈവത്തിന്റെ വസ്ത്രത്തിന്റെ അഗ്രം മന്ദിരത്തെ നിറച്ചിരിക്കുന്നു. ഇന്നു പകൽ കോട്ടയം പട്ടണത്തിൽ ഭാരത മണ്ണിൽ ഞാൻ ഉറക്കെ പറയുന്നു, സകല വാഴ്ചകളും സകല അധികാരങ്ങളും മുറിയുടുപ്പിട്ടുകൊണ്ട് നടക്കും. എന്റെ ദൈവത്തിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ ഈ രാജ്യത്തെ നിറയ്ക്കും. അപ്പൊ വസ്ത്രത്തിന്റെ വിളുമ്പെന്ന് പറഞ്ഞ അധികാരമാണ്. മഹാപുരോഹിതന്റെ വസ്ത്രത്തിന്റെ അറ്റത്ത് പൊന്മണി മാതളം, പൊന്മണി മാതളം, പൊന്മണി മാതളം. അതുകൊണ്ടാണ് രക്തസ്രവക്കാരിയായ സ്ത്രീ പറഞ്ഞത്, ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പ് തൊട്ടാൽ, ആ തൊങ്ങല് തൊട്ടാൽ എന്ന് പറഞ്ഞാൽ വസ്ത്രം തൊട്ടെന്നല്ല അതിൻ്റെ അർത്ഥം. വസ്ത്രത്തിന്റെ വിളുമ്പെന്ന് പറഞ്ഞാൽ അതോറിറ്റി മാനിഫെസ്റ്റേഷൻ, പവർ മാനിഫെസ്റ്റേഷൻ. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പ് തൊട്ടാൽ, ഞാൻ ആ മാനിഫെസ്റ്റേഷനിൽ ഒന്ന് തൊട്ടാൽ, ഞാൻ ആ കൃപാവരങ്ങളിൽ ഒന്ന് തൊട്ടാൽ, ഞാൻ ആ ശക്തിയിൽ ഒന്ന് തൊട്ടാൽ, ഇഫ് ഐ ആം ഏബിൾ ടു ടച്ച് അറ്റ് ദ മാനിഫെസ്റ്റേഷൻ, അറ്റ് ദ മജസ്റ്റി ഓഫ് ഗോഡ്. സാക്ഷിയാകുന്നത് എന്ത് കാണുമ്പോഴാണെന്നറിയാമോ? മജസ്റ്റി കാണുമ്പോ. മഹത്വം അല്ല, അത് മജസ്റ്റിയാണ്. മജസ്റ്റി, അധികാരത്തിന്റെ പ്രകടനം, മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പവർ, മാനിഫെസ്റ്റേഷൻ ഓഫ് ദ അതോറിറ്റി. ആമേൻ. ഇന്നലെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ആമേൻ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കാണുമായിരുന്നു, ഒത്തിരി വർഷങ്ങളായി കണ്ടിട്ട്. ആമേൻ. ഇന്നലെ ഒരു പക്ഷേ സ്തോത്രം ആമേൻ, തലസ്ഥാന നഗരിയിൽ ഡൽഹിയിൽ സ്തോത്രം ഒരു വലിയ പരേഡ് നടന്നു കാണോ. ആമേൻ. ഇന്ത്യയുടെ സകല ശക്തിയും വെളിപ്പെടുത്തുന്ന പീരങ്കികളോ ടാങ്കറുകളോ വലിയ ആമേൻ നാവികസേനയുടെയോ സായുധ സന്നാഹങ്ങളുടെ പവർ മാനിഫെസ്റ്റേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കുക. അതാണ് മഹിമ, അതാണ് മജസ്റ്റി എന്ന് പറയുന്നത്. ഇന്ന് പകൽ പത്രോസ് പറയുകയാണ്, ഞങ്ങൾ സാക്ഷികളായി തീർന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഏതെങ്കിലും കഥ പഠിച്ചിട്ടല്ല, but we have seen the majesty of Christ. ആമേൻ. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് പറയാ, അവന്റെ മഹിമ, അവന്റെ അധികാരത്തിന്റെ പ്രദർശനം, the majesty of his kingdom, the majesty of his power, the majesty of his throne. ആമേൻ. അതാണ് നിന്നെ സാക്ഷിയാക്കി തീർക്കുന്നത്. You shall see the majesty of God. ഗ്ലോറി അല്ല ഞാൻ പറയുന്നത്, മജസ്റ്റി ആ പറയുന്നത്. അവന്റെ അധികാരത്തിന്റെ പ്രൗഢ, അവന്റെ ശക്തിയുടെ ആ ദമ്പ, അത് വെളിപ്പെടുത്തും. അത് നിന്നെ സാക്ഷിയാക്കുമെന്ന്. ജീസസ്, ജീസസ്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. ഇവിടെ പത്രോസ് പറയുന്നത്, ഞങ്ങൾ അവന്റെ സാക്ഷികളായി തീർന്നു എന്ന് പറയുന്ന വിഷയം ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 10:42. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരാം. അപ്പോസ്തല പ്രവൃത്തി 10:42. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ, ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ.
ഹൂ ഈസ് ക്രൈസ്റ്റ്? ആരാണ് ക്രിസ്തു? അതാണ് അടുത്ത ചോദ്യം. ഹൂ ഈസ് ക്രൈസ്റ്റ്? ആരാണ് യേശു ക്രിസ്തു? ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ. വായി തുറന്ന് പറഞ്ഞേ, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവനാണ് എൻ്റെ യേശു. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ. Appointed of God as the judge for the living ones and dead ones. Jesus. അപ്പോ അതിനകത്ത് ഞാൻ ചുരുക്കി കൊണ്ടുവരാം വാക്യം. Appointed as the judge. അപ്പൊ യേശു ആരാണ്? ന്യായാധിപനാണ്, ജഡ്ജാണ്. ആമേൻ. ഇനിയും ആ കർത്താവിന്റെ ജഡ്ജ്മെന്റിനെ രണ്ടായിട്ടാണ് പത്രോസ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഒന്ന് മരിച്ചവരുടെ ന്യായവിധിയും, രണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ ന്യായവിധിയും. ആണോ? ക്രിസ്തുവിന്റെ ന്യായാധിപ ശക്തി രണ്ടളവിലുണ്ട്. പിതാവ് ന്യായവിധി എല്ലാം ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ജീസസ് ആസ് ദ ജഡ്ജ്, അതാണ് ഇന്ന് എൻ്റെ ടോപ്പിക്ക്. ഞാൻ അതിലേക്ക് കയറി വരികയാണ്. സ്തോത്ര. യേശു ന്യായാധിപനാണ്, ദൈവത്താൽ ന്യായാധിപനായി നിയമിക്കപ്പെട്ടവൻ. ഹോളി സ്പിരിറ്റ്. എന്നാൽ ഈ ന്യായാധിപ അധികാരത്തിന് രണ്ട് തലമുണ്ട്. ആമേൻ. ജീവികൾക്കും മരിച്ചവർക്കോ. ആമേൻ. നമ്മൾ എപ്പോഴും ക്രിസ്തുവിനെ ന്യായാധിപനായി കാണുന്നത് എവിടെയാണെന്നറിയാമോ? മരിച്ചവർക്ക്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത നല്ലതാകിലും തീയതാകിലോ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനം. ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടണം. ഇത് എന്നാണ്? അതിന്റെ മുകൾ ഭാഗം വായിക്കുമ്പോൾ, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ആ ഖണ്ഡിക അവസാനിപ്പിക്കുമ്പോൾ അതിന്റെ 10-ാം വാക്യത്തിൽ അവിടെയാണ് പറയുന്നത്, ആമേൻ, ശരീരത്തിൽ ഇരുന്നപ്പോ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നമ്മൾ ചെല്ലേണ്ടതാകുന്നു എന്ന് പറയുന്നു. അത് മരിച്ചവരുടെ ന്യായവിധിയാണ് സഹോദരങ്ങളെ. സ്തോത്ര. വീണ്ടും പൗലോസ് തിമത്തിയോസിന്റെ അടുക്കൽ എഴുതുമ്പോൾ, തിമത്തിയോസിന്റെ അടുക്കൽ 2 തിമത്തിയോസ് 4:6 അവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. എന്നിട്ട് അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നീതിയുള്ള ന്യായാധിപതിയായ കർത്താവിങ്കൽ നിന്നോ, ആമേൻ, നീതിയുള്ള ന്യായാധിപതിയായ കർത്താവിങ്കൽ നിന്നോ ആ ദിവസത്തിൽ എനിക്ക് തരും. അപ്പൊ നിര്യാണകാലം അടുക്കുമ്പോൾ, മരിക്കാൻ അടുക്കുമ്പോൾ, മരണത്തെ മുൻകാണുന്ന അപ്പോസ്തലൻ പറയുകയാണ്, മരിച്ചതിനപ്പുറം നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് കിരീടം എനിക്ക് നൽകുക. ഇതും മരിച്ചവരുടെ ന്യായവിധിയാണ് പറയുന്നത്. വീണ്ടും വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയാം, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിന്മേൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, പിന്നെ അതിനെ കണ്ടില്ല. അതിന്റെ അടുത്ത വാക്യം എന്താണ് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ. ഈ പറയുന്ന ന്യായാസനങ്ങളൊക്കെ ആരുടെ ന്യായാസനങ്ങളാ? മരിച്ചവരുടെ ന്യായാസനങ്ങൾ. ആമേൻ. ഇന്ന് ഞാനിവിടെ ശവമടക്ക ശുശ്രൂഷയൊന്നുമല്ല നടത്താൻ വന്നേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ മരിച്ചവരുടെ ന്യായവിധി മുഴുവനും കൂടെ പ്രസംഗിക്കാനും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ജീവനുള്ളവരുടെ സഭയിലാണ് വന്നിരിക്കുന്നത്. ജീവിക്കാൻ ഒത്തിരി ഉള്ളവരാണ് ഇവിടെ ഉള്ളവര്. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ ന്യായാധിപതിയെ കുറിച്ചാണ് പറയുന്നത്. മരിച്ചവരുടെ ന്യായാധിപതി. ആമേൻ. മരിച്ചവരുടെ ന്യായാധിപതി. എന്നാൽ പത്രോസ് ഇവിടെ ആദ്യം പറയുന്നത് 10:42, അപ്പോസ്തല പ്രവൃത്തി 10:42. ആമേൻ. പത്രോസ് ഇവിടെ ആദ്യം പറയുന്നത് ആരുടെ ന്യായവിധിയെ കുറിച്ചാണ്? ജീവിച്ചിരിക്കുന്നവരുടെ. പക്ഷെ നമ്മൾ പെന്തക്കോസ്തുകാർക്കൊരു കുഴപ്പമുണ്ട്. നമ്മൾ പറയുന്നത് മുഴുവൻ ആരുടെ ന്യായവിധിയെ കുറിച്ചാണ്? മരിച്ചവരുടെ ന്യായവിധിയെ കുറിച്ച്. ഇവരൊക്കെ ചുമ്മാ കള്ളന്മാരാണെന്നേ. ഈ ലോകത്തിലെ കാര്യങ്ങൾ മുഴുവനും പറയുന്നത് നിത്യതയെ കുറിച്ചേ പറയത്തില്ല. ഇവിടെ ഒന്ന് ജീവിച്ച് തീർന്നിട്ട് വേണ്ടേ? ആമേൻ.
ഒന്ന് സൈക്കിളെ കയറാൻ പഠിക്ക്, പിന്നെ കൈവിട്ട് ഓടുന്നത് പഠിപ്പിക്കാം. ആദ്യം ഒന്ന് പെടലെ ചവിട്ടി ഉന്തി കയറുന്നേ നീ. ആമേ. അത് പഠിക്കാതെ ഇപ്പൊ കൈവിട്ട് ഓടിക്കുന്നത് പഠിപ്പിക്കുന്നേ. ആദ്യം ജീവിക്കാനുള്ള പ്രാക്ടിക്കൽ തിയോളജി ഒന്ന് പഠിപ്പിക്കുക. അതിനുശേഷം 12 നീരുറവും 12 ഗോപുരവാതിലുകളും ജീവവൃക്ഷവും പച്ച മരതകവില്ലും പളുങ്ക് കടലും 24 മൂപ്പന്മാരും 4 ജീവികളും കെരൂബുകളും 14 മുഖങ്ങളും സിംഹാസനവും ഒക്കെ നമുക്ക് പഠിക്കാമെന്നേ. 7 കാഹളങ്ങളും കലശങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാം, മുദ്രകളും ഒക്കെ. 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, 4 മുദ്രകൾ പൊട്ടിച്ചപ്പോൾ 4 നിറത്തിലുള്ള കുതിരകൾ വന്നു. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ യാഗപീഠത്തിന്റെ കീഴെയുള്ള ആത്മാക്കൾ നിലവിളിക്കുന്നത് കണ്ടു. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വീണ്ടും ഞാൻ കാഹളങ്ങളുമായി നിൽക്കുന്ന 7 ദൂതന്മാരെ കണ്ടു. ആ 7 ദൂതന്മാർക്ക് കാഹളങ്ങൾ ഊതുന്നതിന് മുമ്പേ ഇതാ ധൂപപീഠത്തിൽ നിന്ന് ഉയരുന്ന പുകയുമായി ചേർക്കേണ്ടതിന് കലശവുമായി മറ്റൊരു ദൂതൻ വന്ന് നിൽക്കുന്നു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപപീഠത്തിൽ നിന്ന് ഉയരത്തിലേക്ക് കയറി. ഇതൊക്കെ പറയാം. ഒന്ന് സാവകാശപ്പെട്. അതിനു മുമ്പേ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഒന്ന് വാ. ആമേൻ. അപ്പൊ ഞാൻ ഇന്ന് പകൽ ജീവിച്ചിരിക്കുന്നവരുടെ ന്യായവിധിയിലേക്കാണ് കടന്നു വരുന്നത്. ഹി ഈസ് ദ ജഡ്ജ് ടു ദ ലിവിങ് വൺസ്. പക്ഷേ ദൈവം ജീവിച്ചിരിക്കുന്നവരുടെ ന്യായാധിപനാകുന്നുവെന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യരുടെ മാത്രം ന്യായാധിപനല്ല. ഞാനൊരു 4 ഭാഗങ്ങളെ പറഞ്ഞ് അടുത്തതിലേക്ക് ജീവിച്ചിരിക്കുന്നവരുടെ ന്യായാധിപത്യം ഞാൻ വാക്യങ്ങളെ മാത്രം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. 82-ാം സങ്കീർത്തനം 1-ാം വാക്യം, ദൈവത്തിൻ്റെ ന്യായാധിപധികാരം. 82-ാം സങ്കീർത്തനം 1-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ. അടുത്ത ഭാഗം, ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. അത് 100 ദൈവങ്ങളുണ്ടെങ്കിലും 300 ദൈവങ്ങളുണ്ടെങ്കിലും 3000 ദൈവങ്ങളുണ്ടെങ്കിലും 33,000 ദൈവങ്ങളുണ്ടെങ്കിലും 33 ലക്ഷമുണ്ടെങ്കിലും 33 കോടി ഉണ്ടെങ്കിലും ഇനി അതിലൊരു 500 എണ്ണം കൂടിയാലും ഈ എൻ്റെ ദൈവം ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. 1000 ദേവന്മാരുണ്ടായിരിക്കട്ടെ, പക്ഷേ ആ ദൈവങ്ങൾ മുഴുവനും കൂടെ എൻ്റെ ദൈവത്തിൻ്റെ ന്യായാധിപ സിംഹാസനത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കും. ആമേൻ. കോട്ടയത്തെ ദൈവവും ഏറ്റുമാനൂരുടെ ദൈവവും കൂടെ തമ്മിലൊരു വഴക്കുണ്ടായാൽ ആ വഴക്കിനെ തീർക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കോടതി വരണം. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. തിരുവനന്തപുരത്തിരിക്കുന്ന പുള്ളിക്കാരനോ കൊച്ചിയിലിരിക്കുന്ന പുള്ളിക്കാരനോടൊരു പ്രശ്നം ഉണ്ടായാൽ അവൻ്റെ പ്രശ്നം തീർക്കുന്നത് എന്റെ ദൈവമായിരിക്കും. അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കും. ആമേൻ. കോട്ടയത്തിരിക്കുന്ന ദൈവം കരയുമ്പോ, പുതുപ്പള്ളിയിലിരിക്കുന്ന ദൈവം കരയുമ്പോ, മണർകാട്ടിരിക്കുന്ന ദൈവം കരയുമ്പോ, എടാ നീ ഇപ്പൊ സമാധാനപ്പെടെന്ന് പറഞ്ഞ് അവന് ന്യായം വിധിക്കുന്നത് ഞാൻ ആരാധിക്കുന്നു എന്റെ ദൈവമാണ്. പോകുന്ന വഴി ആ പുള്ളിക്കാരുമല്ലോ നിങ്ങളുടെ അടുത്ത് വല്ലോ സങ്കടം പറയാന്ന് ദൈവത്തിൻ്റെ അടുക്കലൊന്ന് പറഞ്ഞേക്കണം. സ്തോത്രം. ആമേൻ. മൈൻഡ് ചെയ്യാതെ പോകരുത് കേട്ടോ. ഏറ്റുമാനൂരോടൊക്കെ 110 പോകുമ്പോൾ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകരുത്. വല്ല സങ്കടത്തിലും ഇരിക്കുവാണെങ്കിൽ, വല്ല കള്ളം കയറി എൻ്റെ വിഷമത്തിൽ വല്ല ഇരിക്കുവാണെങ്കിലേ നിങ്ങളുടെ അടുക്കൽ സങ്കടം പറഞ്ഞാൽ നിങ്ങളങ്ങ് കൈവിട്ട് കളയരുത്. നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കൽ ആമേൻ പറയാനുള്ള അവനെക്കാട്ടിലും വലിയ അക്സസ് ആർക്കാ? നമ്മക്കാ. ആമേൻ. ഒരു രാജാവ് നീതിയോടെ വാഴും, അവന്റെ പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. We have the authority over the territorial spirits. ദേശങ്ങളിൽ ഇരിക്കുന്ന കുടിയുടെ അവകാശങ്ങളുടെ മേൽ ദൈവജനത്തിന് അഭിഷക്തന്മാർക്ക് അധികാരം. ജീസസ്. നിങ്ങൾ ഈ സഭയിൽ അഭിഷക്തനോട് ചേർന്ന് നിന്നിട്ടുള്ളവരൊക്കെ കണ്ടു കാണത്തില്ലേ? ഈ ദൈവങ്ങളൊക്കെ പലപ്പോഴും ഇവിടെ വന്ന് കിടന്ന് എന്നെ അങ്ങോട്ട് വിടല്ലേ, ഞാനിനി ഇങ്ങോട്ട് വരത്തില്ലേ, ഞാൻ അവിടെ തന്നെ ഇരുന്നോളാമേ. ആമേൻ. വന്നു പോകുന്നവരല്ല, അഭിഷക്തനോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? എൻ്റെ പൊന്നു പാസ്റ്ററേ, ഞാൻ അവിടെ തന്നെ ഇരുന്നോളാം, ഈ വീട്ടിലോട്ട് ഇനിയും കയറത്തില്ല. ഈ ദൈവങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇതാ ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും.
ദൈവം ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ന്യായാധിപ അധികാരം, he judge among the gods. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറഞ്ഞ് ഞാൻ വേഗത്തിൽ പോകാം. ആമേൻ. ഇസ്രായേലിനെ ദൈവം, ഞാൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, ഇസ്രായേലിനെ ദൈവം ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ആമേൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ള ഒരു സംശയമാണ്, ദൈവം വിടുവിക്കാനല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഈ 9 പ്രാവശ്യം മോശയിട്ട് തെക്കും വടക്കും നടത്തിയതെന്ന്. എൻ്റെ സഹോദരങ്ങളെ, ദൈവം അവരുടെ ദേവന്മാരെ ന്യായം വിധിക്കുകയായിരുന്നു. അതിലെ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നൈൽ അവരുടെ പുണ്യ ദേവതയായിരുന്നു, നൈൽ നദിയായിരുന്നു അവരുടെ ദൈവങ്ങൾ. അങ്ങനെ ഈ നൈൽ ഇങ്ങനെ ഒഴുകുന്നത് കൊണ്ടാണ് മിസ്രൈമിൽ നന്മയുണ്ടാകുന്നതെന്ന് മോശ ചെന്നിട്ട് പറഞ്ഞു, നിന്റെ ദൈവം ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. മോശ ചെന്ന് മോശയുടെ വടി കൊണ്ട് നൈലിനൊരു കൊട്ടു കൊടുത്തു. ഉടനെ നൈലിലെ രക്തം മരിച്ചവന്റെ രക്തം പോലെയായി. എന്ന് പറഞ്ഞാൽ നൈല് ചത്തു. മോശ വടി കൊണ്ട് കൊട്ടിയ ചാകുന്നതായിരുന്നു നൈൽ എന്ന ദേവത. അടുത്തത്, മിസ്രൈമിലെല്ലാം രാവിലെ എഴുന്നേറ്റ നേരെ കിഴക്കോട്ട് നോക്കി നമസ്കരിക്കുക. കാരണം അവരുടെ ദേവന്മാരിൽ പ്രധാനിയായിരുന്നു ആര്? സൂര്യ ഭഗവാൻ. മോശ ചെന്നിട്ട് പറഞ്ഞു, നീ ആരാധിക്കുന്ന സൂര്യ ഭഗവാനെ എന്റെ ദൈവത്തിന്റെ കൺട്രോളിൽ ഇരിക്കുന്ന ആളാ. ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഇനി പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞു. ഫറവോൻ പിറ്റേന്ന് രാവിലെ വിളിയോടെ വിളിയാ, സൂര്യാനിവാ, സൂര്യാനിവാ, സൂര്യാനിവാ. ആമേ. മോശ ഇപ്പുറത്ത് എന്ന് പറഞ്ഞു, ഞാൻ സൂര്യന്റെ ഫോൺ കട്ട് ചെയ്തിട്ടേക്കുക, അവിടോട്ട് നിന്റെ കോള് പോകത്തില്ല. എന്റെ ദൈവം ദേവന്മാരെ ഭരിക്കുന്നവനാണ്. ആമേൻ. അവരുടെ ഒരു ദൈവത്തെ കൂടെ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. അവരുടെ മറ്റൊരു ദൈവമായിരുന്നു തവള. അപ്പൊ ഈ തവള എന്ന ദൈവമാണ് അവർക്ക് പുത്രോത്പാദനത്തിന് ശക്തി നൽകിക്കൊണ്ടിരുന്നത്. അവർക്ക് മക്കള് പെറ്റുപെരുകുന്നത് ആരുടെ കരുണ കൊണ്ടാണെന്ന് അറിയാമോ? തവളയുടെ ആയിരുന്നു. അതുകൊണ്ട് അവരുടെ ഇടയിൽ ആർക്കെങ്കിലും മക്കളില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ തവളയമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. വിവാഹം കഴിയുന്ന ഉടനെ ഇവര് തവളയമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. തവളയമ്പലത്തിലും മാക്രി അമ്പലത്തിലും പോയി പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് ഇവർക്ക് പുത്രോത്പാദനം ലഭിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് മോശ എന്നിട്ട് പറഞ്ഞു, ആമേ, നിന്റെ തവള ദൈവത്തെ ഞാൻ എന്റെ ദൈവം ന്യായം വിധിക്കാൻ പോവുകയാ. ആമേ. തവള ദൈവങ്ങൾ അങ്ങോട്ട് പെരുകാൻ തുടങ്ങി. അപ്പൊ ഫറവോനും കൂട്ടരും പറഞ്ഞു, ഇനി നമുക്ക് കോള. തവള നേരെ വന്ന് ഇവരുടെ ബെഡ്റൂമിൽ കട്ടിലേലെല്ലാം കയറി ഇറങ്ങിയിട്ട് പോയി. അവര് പറഞ്ഞു, ഓ അനുഗ്രഹമാ, ഇനി ഈ കിടക്കകത്ത് ഭയങ്കര നന്മയുണ്ടാകുമെന്ന്. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോ ചോറും കലത്തി ചെന്നപ്പം തവള അതിനകത്ത് തവള പെടുത്തിട്ട് ചോറും കലത്തിയിരിക്കുന്നു. ഇവന് നിൽക്കാൻ വയ്യാത്ത പരുവമായി. സ്തോത്ര. അവൻ അവസാനം പറഞ്ഞ, തവള ദൈവമേ ഒന്ന് തിരിച്ചു പോകാമോ? തവള ദൈവത്തിന് വല്ലതും മനസ്സിലാകാൻ കഴിയുമോ? ഉറങ്ങാൻ പറ്റത്തില്ല. കട്ടിലിന്റെ അടിയിലും അരിക്കലത്തിലും മുഴുവൻ തവള കിടന്ന് പേക്രോ അലയാ. അവസാനം ഫറവോൻ മോശ വിളിച്ചിട്ട് പറഞ്ഞു, തവള ദൈവം ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, നീ ഒന്ന് പറയാമോ? ഈ തവള ദൈവം ഒന്ന് തിരിച്ചു പോകാൻ പറയാമോ? മോശ വന്നിട്ട് പറഞ്ഞു, നിന്റെ ദൈവത്തെ പറഞ്ഞു വിടാനുള്ള മെനക്കേടൊന്നും എനിക്കില്ല, അവനെല്ലാം കൂടെ എങ്ങോട്ട് പോകാനാ? അതുകൊണ്ട് ഇനിയും വരാതെ അവിടെ തന്നെ അങ്ങ് ചത്തൊടുങ്ങാൻ പ്രാർത്ഥിക്കുക. ഇന്നലെ വരെ കുമ്പിട്ടാരാധിച്ച തവള ദൈവ ഇവന്റെ വീട്ടിൽ കിടന്ന് ചത്തു. ആമേ. കണ്ട തൊഴുതു നിൽക്കുന്ന ഇവൻ തവളയെ തൂത്തുവാരി, തവളയെ തൂമ്പായിക്ക് വാരി അവന്റെ വീടിന്റെ മുമ്പിൽ കൂട്ടിയിട്ടോ. ആമേ. മിസ്രൈമ്യർ ഇന്നലെ വരെ ആരാധിച്ച തവള ഇതാ അവന്റെ വീടിന്റെ മുമ്പിൽ കൂമ്പാരം കൂടി കിടക്കുകയാ. അവന്റെ ദൈവം ചത്തു നാറി. മിസ്രൈമിന്റെ ദൈവം ചത്തു മാറി. ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ചത്തു നാറി എന്ന്. എടാ മിസ്രൈമിനെ നീ വെച്ചു പൂജ ചെയ്ത് ആരാധിച്ച നിന്റെ ദൈവം ചത്തു നാറിയടാ. എന്റെ ദൈവം ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കോ. ചില ടെറിട്ടോറിയൽ പവേഴ്സ് ഈ ഉപവാസ പ്രാർത്ഥന മുഖാന്തരം ചത്തു മാറുമെന്ന് വിശ്വസിക്കുന്നവർ അന്യഭാഷകളിൽ സ്തോത്രം ചെയ്യട്ടെ. ശാൽബരം, ഝാർഖരം, അടംബരം, കൗടാരം.
തവള ചത്തു നാറി. തവള ചത്തു നാറി എന്നൊക്കെ പറഞ്ഞ ദോഷം കേട്ടോ. ദൈവം ചത്തു നാറി. മിസ്രൈമിന്റെ ദൈവം ചത്തു നാറി. കാരണം എൻ്റെ ദൈവം ന്യായം വിധിച്ചു. അതുകൊണ്ടാണ് 82-ാം സങ്കീർത്തനത്തിൽ ആസാഫ് എഴുതി വെച്ചോ, ദൈവം ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. ഇന്ന് പകൽ നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന സകല ദേശാന്തകാര ശക്തികളെ നോക്കിയിട്ട് പറ, ന്യായം വിധിക്കുന്ന ഒരു ദൈവം എനിക്ക് സ്വർഗത്തിലുണ്ട്. സ്തോത്രം. ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഒന്ന്, ദൈവം ദേവന്മാരെ ന്യായം വിധിക്കുക. 2 പത്രോസ് 2:4 പാപം ചെയ്ത ദൂതന്മാരെ ആദരിയാതെ, ആമേൻ, പാപം ചെയ്ത ദൂതന്മാരെ ആദരിയാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാനേൽപ്പിക്കുന്നു. അപ്പൊ ദൂതന്മാരെ എന്ത് ചെയ്യും? ദൈവം ന്യായവിധി കൽപ്പിക്കുക. ആമേൻ. 1, ദേവന്മാരെ ന്യായവിധി കൽപ്പിക്കുക. 2, ദൂതന്മാരെ ന്യായവിധി കൽപ്പിക്കുക. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 18:10 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, അയ്യോ ബാബിലോണെ മഹാനഗരമേ, ഒറ്റ മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയോ. പട്ടണങ്ങളെ ദൈവത്തിന് ന്യായം വിധിക്കാൻ കഴിയോ? കഴിഞ്ഞ ആഴ്ചകളിൽ ലോകത്തിൽ സകല രാഷ്ട്രങ്ങളിലും ഒരുപോലെ മുഴങ്ങിക്കെട്ട വാർത്തയാണ് അമേരിക്കയിലെ ഏറ്റവും സമ്പന്നന്മാർ പാർക്കുന്ന ലോസ് ആഞ്ചൽസ് പട്ടണ കത്തിയമറിയുന്ന വാർത്ത. ആമേൻ. ദൈവ നിഷേധികളുടെ പട്ടണം, ദൈവത്തെ പരിഹസിച്ചവരുടെ പട്ടണം, ലോകത്തിലെ ഏറ്റവും കൂത്താട്ടത്തിന്റെയും ചൂതാട്ടത്തിന്റെയും ഈറ്റില്ലമായിരിക്കുന്ന ഹോളിവുഡിന്റെ നടുമുറ്റത്ത് എൻ്റെ ദൈവം കൊണ്ടുപോയി അഗ്നി കത്തിക്കുമ്പോൾ, തീ കത്തിക്കുമ്പോൾ ഹോളിവുഡിന്റെ നടുമുറ്റം വിട്ട് പണക്കാരും ദരിദ്രന്മാർ, പണക്കാരും ശക്തന്മാരോ ദേശം വിട്ടോടുമ്പോൾ ലോകം ദൈവത്തിന്റെ വചനത്തെ വിളിച്ചു പറഞ്ഞു, പട്ടണങ്ങളെ ന്യായം വിധിപ്പാൻ, ശക്തന്മാരെ ന്യായം വിധിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ജീസസ്. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവൃത്തി 17:31 അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവിടെ പറയുകയാണ്, ഞാൻ മുൻപേ പറഞ്ഞില്ലേ, ജീസസ് ക്രൈസ്റ്റ് ദ അപ്പോയിന്റഡ് ഓഫ് ഗോഡ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ ന്യായം വിധിക്കുക. ആമേൻ. ജഡ്ജ് ടു ദ വേൾഡ്. ഈ അണ്ടകടാഹത്തിന്, പ്രപഞ്ചത്തിന് മുഴുവനോ എൻ്റെ ദൈവം ന്യായം വിധിപ്പാൻ ശക്തിയുള്ളവനാണ്. ആമേൻ. അപ്പൊ ചോദിക്കുക, ഇതൊക്കെ നിങ്ങളിങ്ങനെ പറയുന്നതിന് എന്താ ഒരു ഉറപ്പ്? ദേവന്മാരെ ന്യായം വിധിക്കോ, ദൂതന്മാരെ ന്യായം വിധിക്കോ, ജീവനുള്ളവരെ ന്യായം വിധിക്കോ, മരിച്ചവരെ ന്യായം വിധിക്കോ, പട്ടണങ്ങളെ ന്യായം വിധിക്കോ, ലോകത്തെ ന്യായം വിധിക്കോ, എന്താ ഒരു ഉറപ്പെന്ന്? അതാ അതിന്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. ആമേൻ. എന്ന് പറഞ്ഞാൽ, ആമേൻ, ഹന്നാവും കയ്യഫാവും ഹെരോദാവും പീലാത്തോസും കൂടെ 4 ന്യായാസനങ്ങൾ ഒരുമിച്ച് നിർന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ മത മേലാധികാരം, പൗരോഹിത്യ അധികാരം യഹൂദന്റെ അധികാരമാണ്. ലോകം കണ്ട ഏറ്റവും ശക്തമായ, ആമേൻ, സാമ്രാജ്യങ്ങളിൽ ഒന്നാണ്. ഇരുമ്പ് പല്ലുകൊണ്ട് ലോകത്തെ ചവച്ചരച്ച്, കൈകൊണ്ട് നശിപ്പിച്ച്, കാലുകൊണ്ട് പരണ്ടിക്കളഞ്ഞ സീസർമാരുടെ റോമാ സാമ്രാജ്യ. സ്തോത്ര. ഈ റോമാ സാമ്രാജ്യത്തിന്റെ ഗവർണറായ പീലാത്തോസിന്റെ ന്യായവിധി അധികാരത്തെയോ ഹന്നാവിന്റെയും കയ്യഫാവിന്റെയും സിംഹാസന അധികാരത്തെയോ ഒതുക്കി, സിംഹാസന അധികാരം കൊണ്ടോ, ആഴ്ചവട്ടത്തിന്റെ ശബത്ത് നാളിന്റെ തലേനാളായ വാരാന്ത്യത്തിൽ ക്രൂശിച്ചു കൊന്ന യേശുവിനെ വലിയ ശബത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അരിമത്തിയിലെ കല്ലറയ്ക്കകത്തു നിന്ന് പൊട്ടിച്ച് പുറത്തെടുക്കുമ്പോൾ റോമൻ മുദ്രകളെ തകർത്ത് റോമൻ പടയാളികളെ മാറ്റി നിർത്തി യഹൂദന്റെ മേലധികാരങ്ങളെ, പൗരോഹിത്യ അധികാരങ്ങളെ പുച്ഛിച്ചു തള്ളി ദൈവം യേശുക്രിസ്തുവിനെ പുറത്തെടുക്കുമ്പോൾ വിളിച്ചു പറയുകയാണ്, ന്യായാധിപതിയുടെ അധികാരം റോമന്റെ കയ്യിലല്ല, ന്യായാധിപതിയുടെ അധികാരം പൗരോഹിത്യത്തിന്റെ കയ്യിലല്ല, ന്യായാധിപ അധികാരം അത് ക്രിസ്തുവിൻ്റെതാണ്. ക്രൂശിച്ചു കൊന്ന്
കല്ലറയ്ക്കകത്ത് വെക്കാൻ ആരാണ് ഓർഡർ കൊടുത്തത്? ആരാ ഓർഡർ കൊടുത്തത്? പീലാത്തോസ്. ഞാൻ ഒറ്റ വാക്കി പറയും, റോമൻ ഗവൺമെന്റ്. ഞാൻ ഒന്ന് പറയാം, റോമൻ ഗവൺമെന്റിന് നിനക്കെതിരെ വിധി പുറപ്പെടുവിക്കാൻ അധികാരം ഉണ്ട്. റോമൻ ഗവൺമെന്റിന് നിന്റെ നേരെ വിധി പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. ഹന്നാവിനും കയ്യഫാവിനും നിനക്കെതിരെ വിധി പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. പക്ഷെ എത്ര ദിവസത്തെ അധികാരമേ ഉള്ളൂ? എത്ര ദിവസത്തെ അധികാരമേ ഉള്ളൂ? 3 ദിവസത്തെ അധികാരമേ ഉള്ളൂ. നിന്റെ കുടുംബത്തിനെതിരെ ചില വിധി പുറപ്പെടുവിക്കാൻ, നിന്റെ തലമുറയ്ക്കെതിരെ ചില വിധി പുറപ്പെടുവിക്കാൻ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ചില വിധി പുറപ്പെടുവിക്കാൻ, നിന്റെ പ്രസ്ഥാനത്തിനെതിരെ വിധി പുറപ്പെടുവിക്കാൻ അവൻ അധികാരമുണ്ട്. പക്ഷെ 3 ദിവസമേ ഉള്ളൂ. നിന്നെ തല്ലി തകർക്കുമെന്ന് വെല്ലുവിളിക്കാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് വെല്ലുവിളിക്കാൻ അവൻ അധികാരമുണ്ട്. പക്ഷെ 3 ദിവസമേ ഉള്ളൂ. 3-ാം ദിവസം അവൻ ആ ശത്രുവിന്റെ അധികാരത്തെ തിരുത്തി എഴുതാ. ഇന്ന് പകൽ ദൈവം നിനക്കെതിരായി ചില ന്യായവിധികളെ തിരുത്തുന്നു. അതുകൊണ്ടാ ഇതേ റോമൻ അടുത്തതായിട്ട് ഈ റോമൻ യേശുവിൻ്റെ അരിമശിഷ്യനായ യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തി. യേശു എന്ന് യോഹന്നാൻ്റെ അടുക്ക പറഞ്ഞു, യോഹന്നാനെ, അവർ പണ്ട് എനിക്കും ഒന്ന് ന്യായം വിധിച്ചതാ. അവൻ പണ്ട് എനിക്കെതിരെ ഒരു വിധി പുറപ്പെടുവിച്ചതാ. ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷെ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മരണവിധി ഇട്ടവൻ തന്നെ ഇപ്പം നിന്നെ നാട് കടത്താൻ വിധി ഇട്ടത്. ഞാൻ മരണത്തിൽ നിന്ന് കയറി വന്നെങ്കിൽ നീ പത്മോസിൽ നിന്നും പുറത്തു വരോ. ഇന്ന് പകൽ ദൈവം ചില ന്യായവിധികളെ ക്രിസ്തു മുഖാന്തരം മാറ്റി എഴുതിയത് നിനക്കും എനിക്കുമുള്ള ഉറപ്പാണ്. He shall amend the verdict. ഇന്ന് രാത്രി, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന വാക്കുകളെ ഞാൻ ചുരുക്കി ഒരു സെന്റൻസ് ആയിട്ട് പറയട്ടെ. ദൈവം നിനക്കെതിരായ ചില വിധികളെ നള്ളിഫൈഡ് ആക്കാൻ പോകുന്നു. ചില വേർഡിക്റ്റുകളെ വോയിഡ് ആക്കാൻ പോകുന്നു. മനുഷ്യൻ നിനക്കെതിരെ എഴുതിയത്, അധികാരങ്ങൾ നിനക്കെതിരെ എഴുതിയത് is going to be nullified and it shall be void. Jesus. ദൈവം ജീവിച്ചിരിക്കുന്നവർക്ക് ന്യായം വിധിക്കും. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഒരു 4 ഭാഗം പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം. ദൈവം ന്യായം വിധിക്കും. നധരം തുറന്നെന്ന് പറഞ്ഞ് ദൈവം ന്യായം വിധിക്കും. ഈ ആരാധനയുടെ അവസാനത്തിൽ തന്നെ ചില അടയാളങ്ങളോടുകൂടെ ദൈവം ന്യായം വിധിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 27-ാം വാക്യം. 11-ാം അധ്യായം ഇബ്താഹുമായി ബന്ധപ്പെട്ട അധ്യായമാണ്. ആമേൻ. അപ്പൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മയെ ചൊല്ലി എല്ലാവരാലും തൃണവൽക്കരിക്കപ്പെട്ടവൻ. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ്റെ അമ്മയും അപ്പനും മുഖാന്തരം ഇവൻ ഒത്തിരി നിന്ന അനുഭവിക്കുകയാണ്. ഇബ്താഹേ, നീ എന്താ നിന്ദിക്കപ്പെട്ടത്? ഇബ്താഹ് പറയും, എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ, അവർ തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച അത് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാതിരുന്നു. അവൻ ഇതുകൊണ്ട് അപ്പൻ്റെ വീട്ടിൽ എന്നെ ആരും എന്ത് ചെയ്തില്ല? അംഗീകരിച്ചില്ല. എവിടെയൊക്കെയോ അംഗീകരിക്കപ്പെടാതെ പോയ ഇബ്താഹ്, എവിടെയൊക്കെയോ തള്ളപ്പെട്ടു പോയ ഇബ്താഹ്. എന്നാൽ ദൈവം അവനെ ഉയർത്തി ഒരു ന്യായാധിപനാക്കി. പക്ഷേ ആ ന്യായാധിപ കാലത്ത് അമോന്യർ ഇബ്താഹിന്റെ നേരെ കടന്നു വന്നു. ഇബ്താഹിന്റെ നേരെ കടന്നു വന്നിട്ട് ഇബ്താഹിനെ വെല്ലുവിളിക്കുകയാണ്. ആ സമയത്ത് അമോന്യ രാജാവിൻ്റെ അടുക്കൽ ഇബ്താഹ് പറയുന്ന ഒരു മറുപടിയുണ്ട്. ആകയാൽ ഞാൻ നിന്നോട് അന്യായം ചെയ്തിട്ടില്ല. എന്നോട് യുദ്ധം ചെയ്യുന്നതിനാൽ നീ എന്നോടാകുന്നു അന്യായം ചെയ്യുന്നത്. ആ 2-ാമത്തെ ലൈൻ ഒന്ന് വായിച്ചേ. എന്നോട് യുദ്ധം ചെയ്യുന്നതിനാൽ എന്നോട് അന്യായം ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ഭാഗം പറയുകയാണ്, ന്യായാധിപനായ യഹോവ ഇന്ന് ഇസ്രായേൽ മക്കളുടെയോ അമോന്യരുടെയും മധ്യേ ന്യായം വിധിക്കട്ടെ. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, നിനക്കെതിരെ അന്യായം ചെയ്യുന്ന, നിനക്കെതിരെ അന്യായമായി യുദ്ധത്തിന് പുറപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവം ന്യായം വിധിക്കുക. ഇബ്താഹിന്റെ നേരെ അമോന്യൻ യുദ്ധത്തിന് വന്നതുപോലെ, ഇസ്രായേലിന്റെ നേരെ അമോന്യൻ യുദ്ധത്തിന് വന്നതുപോലെ
ശത്രുവേ, നിനക്കെതിരെ ചില യുദ്ധമുറകൾ പുറത്തിടുമ്പോൾ ഇന്ന് പകൽ സ്വർഗം അതിനകത്ത് ന്യായം വിധിക്കുന്ന പകലാണ്. എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ ദൈവം ന്യായം വിധിക്കോ, എന്റെ ദൈവം ന്യായം വിധിക്കോ? എന്റെ സഹോദരങ്ങളെ, ആ 11-ാം അധ്യായത്തിന്റെ മുകൾ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അമോന്യൻ കാര്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്, കുറെ പഴങ്കഥകൾ പറഞ്ഞ്, കുറെ പഴയ ചരിത്രങ്ങൾ പറഞ്ഞ് ഇവനെതിരെ ക്ലെയിം ഇടുകയാണ്. ഞാനതിനെ ഇന്ന് പകൽ ഇതിനകത്ത് പറയുന്നു. മുൻപേ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നു. നിങ്ങളുടെ ഫോർഫാദേഴ്സുമായി, നിങ്ങളുടെ പൂർവ്വതലമുറയുമായി ബന്ധപ്പെട്ട് കാര്യമില്ലാത്ത ചില സൈറ്റനിക് ക്ലെയിമുകളിട്ട് നിന്റെ നന്മകളെ, നിന്റെ തലമുറകളുടെ വിശാലതകൾക്കെതിരെ ശത്രുമണ്ഡലങ്ങൾ വാദിച്ചുകൊണ്ട് നിൽക്കുന്ന ചില മേഖലകളിൽ ചില സൈറ്റനിക് ക്ലെയിമുകളെ ഇന്ന് പകൽ ദൈവത്തിന്റെ ന്യായാധിപ സഭയ്ക്കകത്ത് സ്വർഗം ക്യാൻസൽ ചെയ്യുമെന്ന് ഇസ്രായേൽ മക്കളുടെയും അമോന്യരുടെയും മധ്യേ ന്യായം വിധിക്കട്ടെ. മലയാളത്തിൽ അത് കറക്റ്റ് അല്ല കേട്ടോ. ദൈവം ഇവിടെ പറയുന്ന വാക്കിനെ അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ലോർഡ് ദ ജഡ്ജ് ബി ജഡ്ജ് ദിസ് ഡേ. ലോർഡ് ദ ജഡ്ജ് ബി ദ ജഡ്ജ് ദിസ് ഡേ. ന്യായാധിപനായ ദൈവം ഇന്ന് ന്യായാധിപനായി വെളിപ്പെടട്ടെ. ആമേൻ. എന്നിട്ട് അതിന്റെ അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ: this day between the children of Israel and the children of Ammon. അപ്പൊ ഇത് ആര് തമ്മിലുള്ള പ്രശ്നമാ? ഇസ്രായേലും അമ്മോനും തമ്മിലുള്ള പ്രശ്നം. ആ ഇസ്രായേലും അമ്മോനും തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ ആര് തമ്മിൽ നിൽക്കുകയാണ്? വിത്ത് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് അമ്മോൻ. തലമുറയായി നിൽക്കുന്ന ചില പിതാക്കന്മാരുമായി ബന്ധപ്പെട്ട പാരമ്പര്യമായി കിടക്കുന്ന ചില ഭൂമണ്ഡലങ്ങളിൽ ദൈവം വിടുതലാകുന്നു. വിടുതൽ. The Lord the judge will be the judge this day. ന്യായാധിപനായ ദൈവം ഇന്ന് ന്യായം വിധിക്കോ between the children. തലമുറയായി നടക്കുന്ന ചില സൈറ്റനിക് ക്ലെയിം. അവന്റെ വല്യപ്പൻ നിന്റെ വല്യപ്പന് നേരെ ചെയ്ത ഒരു ആഭിചാരം, അവന്റെ വല്യപ്പൻ നിന്റെ വല്യപ്പന് നേരെ ചെയ്ത ഒരു ദ്രോഹം, അവന്റെ വല്യപ്പൻ നിന്റെ വല്യപ്പനുമായി ഉണ്ടായ ഒരു സംഘർഷം, അതിന്ന് തലമുറയായി ഇങ്ങനെ ട്രഡീഷണൽ ക്ലച്ചായി കിടക്കുമ്പോൾ ചില പാരമ്പര്യ വെല്ലുവിളികൾ അഴിയട്ടെ. പാരമ്പര്യ വെല്ലുവിളികൾ അഴിയട്ടെ. നിന്റെ വല്യപ്പനും അവന്റെ വല്യപ്പനും തമ്മിലുള്ള വിഷയം നീ ചുമക്കേണ്ടതല്ല. Break the traditional bondages. Break the traditional curses in Jesus' name. Lord the judge will be the judge this day. പുരാതനമേ ന്യായാധിപനായി നിൽക്കുന്ന ദൈവം ഇന്ന് ന്യായാധിപനായി ഇറങ്ങി നിൽക്കും. അമോന്റെ മക്കളും ഇസ്രായേലിന്റെ മക്കളും തമ്മിലുള്ള പ്രശ്നം ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ആഴ്ച ഞാൻ പറയുന്നു. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പേ ചില ട്രഡീഷണൽ ബോണ്ടേജുകൾ, ചില ട്രഡീഷണൽ ക്ലെയിമുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടുവെന്ന് ദൈവത്തിന്റെ അടയാളം ഈ അറ്റാക്കിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം.
2 ദിനവൃത്താന്തം 20:11. ഓ, ഇനി ബൈബിളുകൾ അടച്ചാലും കുഴപ്പമില്ല, ഇനി കൂടുതലും ഈ പോയിന്റ് പറഞ്ഞ് പ്രാർത്ഥിച്ച് കയറുകയാണ്. 2 ദിനവൃത്താന്തം 20:11. ഇപ്പോൾ ഇതാ ദൈവം ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന ദൈവത്തിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളവാൻ വരുന്നു. ഓ, ദൈവം ഞങ്ങൾക്ക് നൽകിയ ദൈവത്തിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളവാൻ വരുന്നു. Amen. Some forces are trying to move away. Amen. Wash away from your inheritance. ആ സമയത്ത് അതിന്റെ 12-ാം വാക്യം. ആമേൻ. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? When somebody is ചിലർ നിന്റെ അവകാശത്തിൽ നിന്ന് ഇങ്ങനെ വാഷ് ഔട്ട് ചെയ്യാൻ നോക്കുമ്പോ കർത്താവിനോട് പറയാ, കർത്താവേ, ന്യായം വിധിക്കണം. യു ഷാൽ നോട്ട് ബി മൂവ്ഡ് അവേ. നീ അവിടെ നിന്ന് നീക്കപ്പെടത്തില്ല. ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ ഞാൻ ആത്മാവിൽ കൈവച്ച് പ്രവചിക്കുന്നു, നീ അവിടെ നിന്ന് മൂവ് ചെയ്യപ്പെടത്തില്ല. നീ അവിടെ ഉറച്ചു നിൽക്കും. അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തോ ചെയ്യണമെന്ന് അറിയത്തുമില്ല. എൻ്റെ വാക്കിൽ ഒറ്റ വാക്കി പറയും: ശക്തിയില്ല, ബുദ്ധിയില്ല. അതല്ലേ പറയുന്നത്? സമൂഹത്തോട് എതിർപ്പാൻ ശക്തിയില്ല, ബുദ്ധിയില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണ് നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. നിനക്ക് ശക്തിയുണ്ടോ ബുദ്ധിയുണ്ടോ ദൈവത്തിന് വിഷയമല്ല. നിനക്ക് ദൈവത്തിങ്കിലേക്ക് നോക്കാൻ കഴിയുമോ? ശക്തിയും ബുദ്ധിയും ദൈവത്തിന് വിഷയമല്ല. Can you gaze on Jesus? നിനക്ക് കർത്താവിങ്കിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ കഴിയുമോ? അത് മതി കർത്താവിന്. ആമേൻ. എന്നിട്ട് പറയാൻ, ഞാൻ ന്യായം വിധിക്കും. നിനക്ക് ഒപ്പണൻ്റായിട്ട് നിൽക്കുന്നവൻ ഒത്തിരി പവർഫുൾ ആയിരിക്കും. നിനക്ക് അവനോട് എതിർക്കാനുള്ള ശക്തിയില്ല, ബുദ്ധിയില്ല. പക്ഷേ അതിനകത്ത് ദൈവം ചിലത് വേർഡിക്റ്റ് ഇടാൻ പോവുക. ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് വരാൻ പോവുക. ജീസസ്, അന്യായത്തിന് ദൈവം ജഡ്ജ്മെന്റ് ഇടും. When somebody is trying to move away, നിന്നെ അങ്ങ് വാഷ് ഔട്ട് ചെയ്യാമെന്നല്ലേ, നിന്നെ അങ്ങ് ഇല്ലായതാക്കി കളയാമെന്ന്. ദൈവമേ, നീ ഞങ്ങൾക്ക് തന്നെ ആ 11-ാം വാക്യം ഒന്നും കൂടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്തേ. ഓ ദൈവമേ, നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളവാൻ അവരിങ്ങനെ വരുമ്പോ നീ ന്യായം വിധിക്കത്തില്ലേ? നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളയാൻ ജീസസ്. അടുത്ത പോയിന്റിലേക്ക് വരിക. ഈ അവസാനം പറയുന്ന 4 പോയിന്റുകളെ നിങ്ങൾ മനസ്സിൽ വെക്കണം. അതിനകത്താണ് നമ്മൾ പ്രാർത്ഥിച്ചു കയറുന്നത്. 1, അന്യായത്തിൻ്റെ നടുവിൽ അവകാശങ്ങളിൽ നിന്ന് നീക്കിക്കളയുവാൻ ശക്തിയേറിയവൻ വരുമ്പോൾ ദൈവം ന്യായം വിധിക്കും. 2, ഉൽപ്പത്തി 31:42. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ പിതാവിൻ്റെ ദൈവമായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്കില്ലാതിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. ആമേൻ. ഇതാരാണ് പറയുന്നതെന്നറിയാമോ? യാക്കോബാണ് പറയുന്നത്. അതിൻ്റെ മുകൾ വാക്യത്തിലേക്ക് വരുമ്പോൾ 41-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തോ, 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ടോ, 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും ഞാൻ നിന്നെ സേവിച്ചോ. 10 പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം മാറ്റി. ഞാൻ ഈ വാക്യം വായിച്ചതിൻ്റെ കാരണം 14 വർഷം യാക്കോബ് ആരായിട്ടാണ് ലാബാന്റെ വീട്ടിൽ ജോലി ചെയ്തത്? മരുമകനായിട്ട്. 14 വർഷം ആരായിരുന്നു? മരുമകനായിരുന്നു, ബന്ധുക്കാരനായിരുന്നു. പക്ഷെ അവസാനത്തെ 6 വർഷം ആരായിരുന്നു? മരുമകൻ എന്നാണോ പറഞ്ഞത്? ബന്ധുക്കാരൻ എന്നാണോ പറഞ്ഞത്? വേലക്കാരനായിട്ട്
കഴിഞ്ഞിട്ട് ഒരു ബിസിനസ് കോൺട്രാക്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വന്നപ്പം പെങ്ങടെ മോനായിരുന്നു. ആമേ. കുറെ കഴിഞ്ഞപ്പം മരുമോനായി തീർന്നു. 14 വർഷം ഇവൻ ബന്ധുവായിരുന്നു. പക്ഷെ പിന്നത്തെ 6 വർഷം ഇവൻ ആരായിരുന്നു എന്നറിയാമോ? ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. അമേൻ, അമേൻ. എന്നാൽ ഇപ്പോൾ ലാബാനും യാക്കോബും എന്താണെന്നറിയാമോ? അമ്മായിയപ്പനും മരുമകനും അല്ല, യജമാനനും ദാസനും അല്ല, ഇപ്പൊ ശത്രുവുമാണ്. കണ്ടോ? എന്നിട്ട് യാക്കോബ് പറയുകയാണ്, നമ്മൾ അമ്മായിയപ്പനും മരുമകനുമായി നീ എന്നെ പറ്റിച്ചപ്പം ദൈവം മിണ്ടാതിരുന്നോ? നീ യജമാനനോ ഞാൻ ദാസനുമായ 6 വർഷമോ ദൈവം മിണ്ടാതിരുന്നോ? പക്ഷെ ഇപ്പൊ ഞാൻ നിന്റെ ദാസനുമല്ല, നീ ഒരു മരുമോനോട് എന്ന വണ്ണമല്ല എന്നോട് ഇടപെടുന്നത്, നീ എനിക്കൊരു ശത്രുവായി തീർന്നോ? അപ്പോൾ എന്റെ ദൈവം ഇറങ്ങി ന്യായം വിധിച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒറ്റ കാര്യം പറയട്ടെ. ആമേൻ. ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് ശത്രുവാകുമ്പോൾ, അപ്പനോ അമ്മയോ അമ്മായിയപ്പനോ അമ്മായിയമ്മയോ നാത്തൂനോ കൊച്ചപ്പനോ കൊച്ചമ്മയോ ആരെങ്കിലും കൂടെ നിന്നവരൊക്കെ നിനക്ക് ശത്രുവാകുമ്പോൾ കൈകൊട്ടി സ്തോത്രം ചെയ്തോണോ. ദൈവം ന്യായം വിധിക്കാൻ പോവുകയാ. ദൈവം ന്യായം വിധിക്കാൻ പോവുകയാ. ചില റിലേഷനുകൾ ബ്രേക്ക് ആകുമ്പോൾ, ചില ബന്ധങ്ങൾ തകരുമ്പോൾ സ്തോത്രം പറഞ്ഞോ, ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാ. കഴിഞ്ഞ രാത്രി ദൈവം ന്യായം വിധിച്ചു. ആമേൻ. ദൈവത്തിന് ന്യായം വിധിക്കണമെങ്കിൽ ചില റിലേഷനുകൾ ബ്രേക്ക് ആയാലേ പറ്റത്തുള്ളൂ. ചില റിലേഷനുകൾ ബ്രേക്ക് ആയാലേ ദൈവത്തിന് ന്യായം വിധിക്കാൻ പറ്റത്തുള്ളൂ. അമ്മായിയപ്പനും മരുമോനും തമ്മിലുള്ള പ്രശ്നത്തിൽ ദൈവത്തിന് കയറി ഇടപെടാൻ പറ്റുന്നില്ല. യജമാനനും ദാസനും തമ്മിലുള്ള പ്രശ്നത്തിൽ ദൈവത്തിന് കയറി ഇടപെടാൻ പറ്റുന്നില്ല. നിന്റെ വിഷയത്തിൽ ദൈവത്തിന് ഇടപെടണമെങ്കിൽ ചില ബന്ധങ്ങൾ പൊളിയട്ടെന്നേ. ദൈവം അതിനപ്പുറം ചിലത് ചെയ്യുമെന്ന്. ഇവിടെ ആരംഭത്തിലെ വിഷയം അവകാശത്തിൽ നീക്കിക്കളയുക. പക്ഷെ രണ്ടാമത്തെ വിഷയം സാമ്പത്തിക വിഷയത്തിനകത്തുള്ള ന്യായവിധിയാണ്. സാമ്പത്തിക വിഷയം. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു, അല്ലെങ്കിൽ നീ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നോ. ചില ഫിനാൻഷ്യൽ വിഷയങ്ങൾക്കകത്ത് ദൈവം ഇന്ന് പകൽ ന്യായം വിധിക്കോ. സാമ്പത്തിക മേഖലയ്ക്കകത്ത് ഒത്തിരി പറ്റിച്ചല്ലേ, ഒത്തിരി കറക്കി അല്ലേ, ഒത്തിരി പൊട്ടം കളിപ്പിച്ചല്ലേ, ഒത്തിരി നിന്നെ ഇല്ലായ്മ ചെയ്തല്ലേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിനക്കൊരു ന്യായവിധി നടത്തുകയാ. നീ വെറും കൈയായി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ ഉൽപ്പത്തി 31:42 എക്സ്ട്രാക്ട് ചെയ്ത് ഒരൊറ്റ വാക്കായിട്ട് പറയാ. ദൈവ ന്യായാധിപതി ആയിരിക്കുന്നിടത്തോളം നിന്നെ വെറും കൈയായി വിടാൻ സമ്മതിക്കത്തില്ല. നിന്റെ അപ്പൻ ന്യായാധിപനായിരിക്കുന്നിടത്തോളം നിന്നെ വെറും കൈയായി വിടാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ നീ പറ, എനിക്കൊരു ന്യായാധിപതിയുണ്ട്. ആമേൻ. എന്നെ അവൻ വെറും കൈയായി വിടത്തില്ല. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, 75-ാം സങ്കീർത്തനം 7-ാം വാക്യം. ദൈവം ന്യായാധിപതിയാകുന്നു. അവൻ ഒരുത്തനെ ഉയർത്തുകയും മറ്റൊരുത്തനെ താഴ്ത്തുകയും ചെയ്യുന്നു. ദൈവം ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ന്യായാധിപ അധികാര ചിലരെ താഴ്ത്തുകയും ചിലരെ ഉയർത്തുകയും ചെയ്യുക. ആമേൻ. ഉയർത്തും താഴ്ത്തുമെന്നാണ് മലയാളത്തിൽ പറയുന്നത്. എന്നാൽ അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്. ദൈവം ചിലരെ പുട്ട് ഡൗൺ ചെയ്യുന്നു, ദൈവം ചിലരെ അങ്ങ് വിട്ടുകളയുന്നു. പക്ഷെ ദൈവം ചിലരെ എന്ത് ചെയ്യുകയാണ്? ലിഫ്റ്റ് ചെയ്യുന്നല്ല, ദൈവം ചിലരെ അങ്ങ് സെറ്റാക്കുകയാണെന്ന്. ദൈവം ചിലരെ അങ്ങ് സെറ്റാക്കുകയാ. ഇന്ന് പകൽ ദൈവ ന്യായാധിപനാ. ദൈവം നിന്നെ അങ്ങ് സെറ്റാക്കാൻ പോവാ. ഇന്ന് പകൽ ദൈവം ഈ ചർച്ചിന്റെ മുകളിൽ ദൈവം നിന്നെ അങ്ങ് സെറ്റ്
സെറ്റാക്കാൻ പോവാന്ന്. ഇന്ന് പകൽ ദൈവത്തിന്റെ ന്യായപാലനം, ദൈവത്തിന്റെ അധികാരം, the Lord setteth up another. ഇന്ന് പകൽ ദൈവം നിന്നെ സെറ്റാക്കാൻ പോവാ. ആമേൻ. നല്ല എന്നാ വാക്കാ. ദൈവം നിന്നെ സെറ്റാക്കാൻ പോവാ. നിന്റെ ഫാമിലിയെ സെറ്റാക്കാൻ പോവാ. നിന്റെ ദേശത്തെ സെറ്റാക്കാൻ പോവുകയാ. ആമേൻ. നിന്നെ ആമേൻ, ചിലതിനെ ദൈവം പുട്ട് ഡൗൺ ചെയ്ത് നിന്നെ സെറ്റാക്കാൻ പോവാൻ. ഇന്ന് സന്തോഷത്തോടെ പറഞ്ഞേ, എന്റെ ദൈവം എന്നെ സെറ്റാക്കാൻ പോവാ. അഭിഷേകനെ ദൈവം സെറ്റാക്കാൻ പോവാ. ദൈവം നമ്മളെ സെറ്റാക്കാൻ പോവാ. ദൈവം സെറ്റാക്കാൻ പോവാ. ദൈവം സെറ്റാക്കാൻ പോവാ. ദൈവം ന്യായാധിപതിയാ. ദൈവം സെറ്റാക്കോ. ഇന്ന് പകൽ കരമുയർത്തി പറ, ദൈവം സെറ്റാക്കോ. അടുത്ത് നിൽക്കുന്നവരുടെ കരം പിടിച്ചു പറ, ദൈവം സെറ്റാക്കുവന്നേ. ദൈവം സെറ്റാക്കും. ദൈവം സെറ്റാക്കും. ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവം ന്യായം വിധിക്കും. എവിടെ വരെ ന്യായം വിധിക്കും? ഞാൻ ആ ഒരു ഭാഗം അറിവിലേക്ക് പറഞ്ഞിട്ട് ഫൈനലൈസ് ചെയ്യുകയാണ്. മത്തായി സുവിശേഷം 12:28. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തു കളയുകയില്ല. അപ്പം ഞാൻ പറയാം, ഓട ചിലപ്പം ചതഞ്ഞെന്നിരിക്കും, തിരി ചിലപ്പം പുകഞ്ഞെന്നിരിക്കും, പക്ഷേ നീ തോക്കത്തില്ല. നീ ചതഞ്ഞെന്നിരിക്കും, നീ പുകഞ്ഞെന്നിരിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ചതയുന്നത് പുറത്താ, പുകയുന്നത് അകത്താ. നീ ചതഞ്ഞാലും പുകഞ്ഞാലും നീ തോക്കത്തില്ല. കാരണം അവൻ ന്യായവിധി ജയത്തോളം, until the day of victory എന്ന് പറഞ്ഞ സെഷൻസ് കോർട്ടിൽ നീ ജയിച്ചു, അവൻ അപ്പീൽ പോയി ഡിസ്ട്രിക്ട് കോർട്ടിൽ, അവിടെയും നീ ജയിച്ചു, അവൻ അപ്പീൽ പോയി ഹൈക്കോർട്ടിൽ, അവിടെയും നീ ജയിച്ചു. പക്ഷെ ഡിവിഷനിൽ നിന്ന്, ബെഞ്ചിൽ നിന്ന് അവൻ പിന്നെയും റീ അപ്പീലിട്ടു. അവിടെ നിന്ന് ആമേൻ അവൻ സുപ്രീം കോർട്ടിൽ പോയി. കർത്താവ് പറയാ, എടാ ഞാൻ സെഷൻസ് കോർട്ടിൽ വരെ നിനക്ക് ചെയ്യാമെന്നാണോ? നിനക്ക് ഡിസ്ട്രിക്ട് കോർട്ട് വരെ ഞാൻ ന്യായവിധി നടത്താമെന്നാണോ? നിനക്ക് ഡിവിഷൻ ബെഞ്ച് വരെ ഞാൻ ന്യായവിധി നടത്താമെന്നാണോ? എടാ ഈ ഫയൽ ക്ലോസ് ചെയ്ത് നിന്നെ ഞാൻ ജയിപ്പിച്ച് നിനക്കൊരു കൊടി നാട്ടി ന്യായവിധി ജയത്തോളം നടത്തും. എത്ര ദിവസമെന്ന് ദൈവം പറഞ്ഞോ? എത്ര വർഷമെന്ന് ദൈവം പറഞ്ഞോ? ദൈവത്തിൻ്റെ ടാർജറ്റ് ഒന്നേ ഉള്ളൂ. 6 മാസമല്ല, 6 വർഷവുമല്ല. എന്നും നീ ജയിക്കുമോ? Until that day he shall be your judge. Amen. അവസാനമായി ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ വർഷിപ്പിലേക്ക് കയറുകയാണ്. യെശയ്യാ പ്രവചനം 48-ാം സങ്കീർത്തനം, 48-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യത്തിലേക്കൊന്ന് കടന്നു വന്നാട്ടെ. 48-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം. ആമേൻ. നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും, നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും, യഹൂദ പുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യും. യഹൂദ പുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യും. There is a judge for you. Through his judgment you shall rejoice and shall be glad. നീ സന്തോഷിക്കും. ഇന്നലകളിൽ ചില തെറ്റായ വിധികൾ നിന്നെ കരയിപ്പിച്ചെങ്കിൽ, ഇന്നലകളിൽ ചില സംഗതികൾ നിന്നെ സങ്കടപ്പെടുത്തിയെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, you shall rejoice and be glad because of his judgments. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. എന്നെ സന്തോഷിപ്പിക്കാൻ തക്കവണ്ണോ, എന്നെ ആനന്ദിപ്പിക്കാൻ തക്കവണ്ണോ,
എന്റെ ദൈവം ചില വേർഡിക്റ്റുകൾ, ചില ഉത്തരവുകൾ ഇടാൻ പോവുകയാണ്. ആർത്തനം ജപാലഘടം പരങ്കച്ചർ ബത്പുരീജകം വൽത്തനം പരങ്കട്ടാർ ഗനം ശബപ്രഭാർത്തി. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ഇനി ഞാൻ കരയത്തില്ല, ഇനി ഞാൻ കരയത്തില്ല? കാരണം ദൈവത്തിന്റെ ന്യായവിധികൾ എന്നെ സന്തോഷിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആമേൻ വെളിപ്പാട് പുസ്തകം പറയുകയാണ്, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ തുടച്ചു കളഞ്ഞ് ദുഃഖത്തെയും മുറവിളിയെ ഓടിച്ചു കളഞ്ഞിട്ട് പറയുകയാണ്, ഇനിയും ദുഃഖവും മുറവിളിയും ഉണ്ടാകത്തില്ല. ഇതാ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ സകലത്തെയും പുതുതാക്കുന്നു. ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്ത്, ഈ ഉപവാസ പ്രാർത്ഥനയുടെ പകലിനകത്ത് ദൈവം നിന്റെ കണ്ണുനീരിന് മുമ്പിൽ, ദൈവം നിന്റെ സങ്കടത്തിന്റെ മുമ്പിൽ ദൈവം ഒരു ന്യായവിധി പുറപ്പെടുവിക്കുകയാണ്. ആ ന്യായവിധി നിനക്കൊരു സന്തോഷത്തെ നൽകുക, ആ ന്യായവിധി നിനക്കൊരു ആനന്ദത്തെ നൽകുക. വിശ്വസിക്കുന്നവർ കണ്ണുകളെ അടച്ചാട്ട്, പുസ്തകങ്ങളെ മടക്കിയാട്ട്. ഇന്ന് പകൽ ദൈവം ഒരു ന്യായവിധി നിനക്ക് വേണ്ടി പുറപ്പെടുവിക്കുക. ആ ന്യായവിധി നിന്നെ ഒരു സന്തോഷത്തിലേക്ക്, ആ ന്യായവിധി നിന്നെ ഒരു ആനന്ദത്തിലേക്ക്. ഇന്ന് പകൽ നിന്റെ വീടിന്റെ അവസ്ഥകൾ, നിന്റെ വ്യക്തിപരമായ അവസ്ഥകളെ മാറ്റിയെടുത്തുകൊണ്ട് അപരവ പ്രവാചര പ്രവർത്തനാദി. ഇന്ന് പകൽ മിസ്രൈമിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. ആകയാൽ എന്താണ് സംഭവിച്ചത്? സങ്കടങ്ങൾ കടന്നുപോയി, സംഹാരകൻ സങ്കടങ്ങൾ തീർന്നുപോയി, സംഹാരകൻ കടന്നുപോയി. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു നിനക്കൊരു ന്യായാധിപനുണ്ട്, നിനക്ക് ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്? ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു എനിക്കൊരു ന്യായാധിപനുണ്ട്? ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നവർ, ദൂതന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നവർ, പട്ടണങ്ങളിൽ ന്യായം വിധിക്കുന്നവർ, ഉന്നതന്മാരെ ന്യായം വിധിക്കുന്നവർ, രാജ്യങ്ങളെ ന്യായം വിധിക്കുന്നവർ, യെസ് അന്യായങ്ങളുടെ നടുവിൽ ന്യായം വിധിക്കുന്നവർ, സാമ്പത്തിക വിഷയത്തിൽ ന്യായം വിധിക്കുന്നവർ. ഇന്ന് പകൽ അവൻ എനിക്ക് വേണ്ടി ന്യായം വിധിക്കുക. ആ ന്യായവിധി എന്നെ ഒരു സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുക. യഹൂദ പുത്രിമാർ ആനന്ദിക്കുക, സിയോന്റെ പുത്രിമാർ ഉല്ലസിക്കുക. അത് ദൈവത്തിന്റെ ന്യായവിധി ആയിരിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഒരു ന്യായവിധി നടത്തുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിക്കട്ടെ. അലബരഘടകർത്ഥനാദിയ അർജനം പ്രവചരം പ്രവാചര അർത്ഥന രഗജഗരഗ രഗദ്ധരാദി അർത്ഥന പ്രവാചര ലഗസ്സരം പ്രവാദിയ ലസര പ്രവാനിയ ഘടകരഘടകർത്ഥേനിയ അൽബനി പ്രവാചക അർത്ഥനെ ജിഗര രഗന്ധരാദി. ഇന്നു പകൽ അരഘടകർത്ഥനേദിയ റബലഘടകരഗ സന്തരാദിയ അർത്ഥനഗര ഘടകലഘട ഹർദ്ധനാദിയ അർദ്ധനെ ജഗരന്ധരാധരാദിയ അർഗന ഘടഖര പ്രവാദിയ അതുരമ ഹർദ്ധനാദി. ഇന്നു പകൽ the judge, I will be the judge for you. ദൈവം ഒരു ന്യായാധിപനായി നിന്റെ വിഷയങ്ങളിൽ ഇറങ്ങി വരുന്നത്, നിന്റെ കുടുംബത്തിനോ നിന്റെ തലമുറയ്ക്കോ നിന്റെ വിഷയത്തിനും വേണ്ടി ദൈവം ഒരു ന്യായാധിപനായി ഇറങ്ങി വരുന്നത് അഭിഷേകത്തിൽ റിസീവ് ചെയ്ത ദൈവ ശക്തിയിൽ അതിന്റെ അടയാളത്തെ സന്തരം ചരം ധരം 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 ധര രഗൻ ചരം ധരം ചരം ധര 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 റബ ശബ പ്രവർത്തനം ചരം ധരം ധര 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 ധരാധിയ